റോമർക്ക് ലേഖനം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 10 and 11. ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. 11 വാക്യം ഒരിക്കൽ കൂടെ ഷൗട്ട് ചെയ്ത് വായിച്ച്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. റിസറക്ഷൻ സീരീസിൽ അടുത്ത ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുകയാണ്. പുനരുത്ഥാനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ചകളായി നാം കേട്ടുവരുന്നത്. ഇന്ന് പകൽ നാം കേൾക്കുന്ന ഈ ദൂതിൻ്റെ തലക്കെട്ടതാണ് ദ പവർ ഓഫ് റിസറക്ഷൻ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി, പുനരുത്ഥാനത്തിൻ ശക്തി, ദ പവർ ഓഫ് റിസറക്ഷൻ. റോമലേഖനം 8-ാം അധ്യായം ഈ ആഴ്ച പിന്നെയും നാം 4 പ്രസംഗങ്ങൾ കൂടെ അല്ലെങ്കിൽ 4 ദൂതുകൾ കൂടെ ദൈവകൃപയാൽ കേൾക്കാൻ പോകുന്നു. നമുക്ക് വേണ്ടിയത് പ്രസംഗം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമുക്ക് പ്രസംഗമല്ല വേണ്ടിയത്, ദൈവത്തിൻ്റെ ദൂതാണ് നമുക്ക് വേണ്ടിയത്. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് നമുക്ക് വേണ്ടിയത്. കാര്യമെന്ത്? സ്തോത്രം. മനുഷ്യൻ ജീവിക്കുന്നത് ആവർത്തനം 8:3, സ്തോത്രം ലൂക്കോസ് 4, മത്തായി 4. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം. ശ്രദ്ധിക്കുക, സ്തോത്രം. അച്ചടിച്ച് വച്ചിരിക്കുന്ന പുസ്തകമല്ല, അരുളി ചെയ്യുന്നതായ വചനം. നമുക്ക് വേണ്ടിയത് ലോഗോസ് അല്ല, നമുക്ക് വേണ്ടിയത് റേമയാണ്, ദ സ്പോക്കൺ വേർഡ് ഓഫ് ഗാഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. സ്തോത്രം. പുതിയ നിയമവിശ്വാസിക്ക് പല തലക്കെട്ടുകളുണ്ട്, പല പേരുകളുണ്ട്. അതിൽ ഒന്നാണ് സ്തോത്രം, ദൈവം നിങ്ങളിൽ വസിക്കുന്നു. ദൈവം എവിടെ വസിക്കുന്നു അതിൻ്റെ പേരാണ് ദേവാലയം. ഒരിക്കൽ കൂടെ, ദൈവം എവിടെ വസിക്കുന്നോ അതിൻ്റെ പേരാണ് പറഞ്ഞേ ദേവാലയം. ദൈവം വസിക്കുന്നത് മാർബിളിലല്ല, ഗ്രാനൈറ്റിലല്ല, ഒരു കെട്ടിടത്തിലല്ല ദൈവം വസിക്കുന്നത്. മനുഷ്യൻ്റെ കൈപ്പണിയായ ആലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. പകരം ദൈവം തൻ്റെ കൈപ്പണിയായ സ്തോത്രം തൻ്റെ അതേ മക്കളിലാണ് ദൈവം വസിക്കുന്നത്. നിങ്ങളുടെ ബോഡിയെ ഡിസൈൻ ചെയ്തത് ഒരു കൂട്ടം ഡോക്ടർമാരല്ല, സർവശക്തനായ ദൈവമാണ്. നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണം, നിങ്ങൾക്ക് എത്ര വെയിറ്റ് വേണം എന്ന് തീരുമാനിച്ചത് നിങ്ങളുടെ മാതാപിതാക്കളല്ല, ലോക്കൽ ഡോക്ടേഴ്സ് അല്ല. പകരം സ്തോത്രം സർവശക്തനായ ദൈവമാണ്. ആ ദൈവം, ആത്മാവാം ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. സ്തോത്രം. ആത്മാവാം ദൈവം നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ വസിക്കുന്നു? അതേ, പുനരുത്ഥാനത്തിൻ്റെ കർത്താവായി നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഒരു എൻറ്റയർ ചാപ്റ്റർ, വലിയൊരു അധ്യായം തന്നെ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ ഗുണം കഴിയും. ആ പുനരുത്ഥാനത്തിൻ്റെ അധ്യായമാണ് യേശു കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് വളരെ ആധികാരികമായി ആദ്യം എഴുതിയത്. ഒരിക്കൽ കൂടെ, യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് ക്രോണോളജി, കാലക്രമം അനുസരിച്ച് സമയം നോക്കിയാൽ, വർഷങ്ങൾ മാസങ്ങൾ നോക്കിയാൽ പുനരുത്ഥാനത്തെക്കുറിച്ച് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് ആദ്യം എഴുതിയത് ആ അധ്യായമാണ്. നമുക്കറിയാം, സ്നേഹത്തിൻ്റെ അധ്യായമാണ് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അന്യഭാഷയെക്കുറിച്ചും വ്യാഖ്യാനങ്ങളെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും പറയുന്നു. ദ കരിസ്മാറ്റിക് ചാപ്റ്റർ, ദൈവശക്തിയുടെ അധ്യായം. 1 കൊരിന്ത്യർ 13 സ്നേഹത്തിൻ്റെ അധ്യായം, 14 ദൈവ സാന്നിധ്യത്തെയും ശക്തിയും വെളിപ്പെടുത്തുന്ന കരിസ്മാറ്റിക് അധ്യായം. എന്നാൽ 1 കൊരിന്ത്യർ 15 റിസറക്ഷൻ ചാപ്റ്റർ, പുനരുത്ഥാനത്തിൻ്റെ സ്തോത്രം അധ്യായം. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ അധ്യായം ഏതെന്ന് ചോദിച്ചാൽ ഒരിക്കലും മറന്നു പോകില്ല, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായമാണ്. 1 കൊരിന്ത്യർ ലേഖനം
ലേഖനം 15-ാം അധ്യായമാണ് ആദ്യം സ്തോത്രം ആദ്യം യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് എഴുതിയത്. വളരെ ശ്രദ്ധിക്കുക, അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ട്. AD 53-നും 57-നും ഇടയ്ക്കാണ് പൗലോസ് അപ്പോസ്തലന്റെ തൂലികയിൽ നിന്ന് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം എഴുതിയത്. AD 53-നും 57-നും മധ്യത്തിൽ. ഒരിക്കലും ചിന്തിക്കല്ല ആദ്യം മത്തായി എഴുതി, പിന്നെ മർക്കോസായി, പിന്നെ ലൂക്കോസായി, പിന്നെ യോഹന്നാനായി. അല്ല, അങ്ങനെയല്ല എഴുതിയത്. മത്തായി സുവിശേഷം എഴുതിയത്, ആദ്യം എഴുതിയത് മർക്കോസ് സുവിശേഷമാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, ആദ്യം എഴുതിയ സുവിശേഷം ഏതാണ് പറഞ്ഞാട്ടെ? മർക്കോസ് സുവിശേഷം. AD 70-ലാണ് മർക്കോസ് സുവിശേഷം പത്രോസ് പറഞ്ഞുകൊടുത്ത് മർക്കോസ് എഴുതുന്നത്. AD 80 മുതൽ 85 വരെയുള്ള കാലയളവിലാണ് മത്തായി സുവിശേഷം എഴുതിയത്. AD 80 മുതൽ 85 വരെയുള്ള കാലയളവിൽ മത്തായി സുവിശേഷം എഴുതി. എക്സാക്ട്ലി അതേ കാലയളവിലാണ് ലൂക്കോസ് സുവിശേഷം എഴുതിയത്. യോഹന്നാൻ സുവിശേഷമാണ് ഏറ്റവും ഒടുവിൽ എഴുതിയത്. AD 90 മുതൽ 110 വരെയുള്ള കാലയളവിലാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. യോഹന്നാൻ സുവിശേഷമാണ് ഏറ്റവും അവസാനം എഴുതിയത്. ഒരിക്കലും ചിന്തിക്കല് യോഹന്നാൻ ആദ്യം എഴുതിയത് യോഹന്നാൻ സുവിശേഷം എന്താ? നോ, 93-ാമത്തെ വയസ്സിൽ യോഹന്നാൻ എഴുതിയത് വെളിപ്പാട് പുസ്തകമാണ്. യോഹന്നാൻ 93-ാമത്തെ വയസ്സിൽ സ്തോത്രം വെളിപ്പാട് പുസ്തകം എഴുതി. അതിനുശേഷമാണ് യോഹന്നാൻ സുവിശേഷം യോഹന്നാൻ എഴുതിയത്. അതുകൊണ്ട് 40 കഴിയുമ്പോൾ അല്ലെങ്കിൽ 60 കഴിയുമ്പോൾ ജീവിതം തീർന്നു എന്നാരും പറയല്ല. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പറഞ്ഞാട്ടെ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കാരണം 93-ാമത്തെ വയസ്സിലാണ് ആര്? യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയത്. അതിനുശേഷമാണ് അതിനുശേഷമാണ് താൻ യോഹന്നാൻ സുവിശേഷം എഴുതിയത്. ഇൻ ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് പെൻഷൻ പറ്റി ഇത്രയും വയസ്സായി എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ദൈവകൃപയാൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇന്ന് പകൽ മനസ്സിലാക്കേണ്ടത് സ്തോത്രം, അതെ, വയസ്സെന്ന് പറയുന്നത് വെറും സംഖ്യ മാത്രമാണ്. ഗ്രേസ് എന്ന് പറയുന്നതാണ് നിങ്ങളെ ബലപ്പെടുത്തുന്നത്. വയസ്സെന്ന് പറയുന്നത് സംഖ്യ മാത്രമാണ്. ഗ്രേസ് ആണ് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെ ബലപ്പെടുത്തുന്നത്. സ്തോത്രം. AD 70 മർക്കോസ് എഴുതി. AD 85-ന് ഉള്ളിൽ വെച്ച് മത്തായി എഴുതി. എക്സാക്ട്ലി AD 85-നുള്ളിൽ വെച്ച് ലൂക്കോസ് എഴുതി. 110-നുള്ളിൽ വെച്ച് യോഹന്നാനും എഴുതി. പക്ഷേ അതിന് മുൻപേ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തു യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. പൗലോസ് പറഞ്ഞു, ആദ്യം അപ്പോസ്തലന്മാരുടെ ചീഫാകുന്ന പത്രോസിന് അവൻ പ്രത്യക്ഷനായി, പിന്നെ എല്ലാ അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി, പിന്നെ 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. അതെ, എന്നിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു കൊടുത്തു, ഞാൻ കല്ലറയിലല്ല, ഞാനിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇൻ ജീസസ് നെയിം. ഈ സെഷന് മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന നാവുകൾ മിണ്ടാതാകും. മറ്റുള്ളവരെ പറയും, യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമെന്ന് അവൻ നിങ്ങളിലൂടെ വെളിപ്പെടുത്തും. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, റൈസ് ഇൻ ദ ഡെഡ്, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് കർത്താവ്. ആരൊക്കെ ആമേൻ പറഞ്ഞു? യേശു ക്യാൻസറുകളെ മാറ്റുന്നവൻ മാത്രമല്ല, കുരുടൻ്റെ കണ്ണ് തുറക്കുന്നവൻ മാത്രമല്ല, ഊമൻ സംസാരിക്കും, മുടന്തൻ മാനിനെ പോലെ ചാടും, അതെ, ചെകിടർ കേൾക്കും, അത്ഭുത അടയാളങ്ങൾ നടക്കും. യേശുവിൻ്റെ കാലത്ത് അന്ന് നടന്നെങ്കിൽ ഇന്നും നടക്കും. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അത്ഭുതം ചെയ്ത് പെൻഷൻ പറ്റിയവനല്ല കർത്താവ്. വേദപുസ്തകം മ്യൂസിയത്തിരിക്കുന്ന പുസ്തകമല്ല. അവൻ അനന്യനാണ്. ദൈവം നിത്യനാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവം അനന്യനാണ്. ദൈവം നിത്യനാണ്. അന്ന് നടന്നെങ്കിൽ ഇന്നും നടക്കും. മോശയുടെ കാലത്ത് അന്ന് നടന്നെങ്കിൽ ഇന്നും നടക്കും. സ്തോത്രം. ഒന്നാമത് മരിച്ചവർ എഴുന്നേറ്റു എന്ന് നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയുന്നത്, സരഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ മരിച്ച ചെറുക്കൻ എഴുന്നേറ്റു. ആ സരഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ മരിച്ച ചെറുക്കൻ എഴുന്നേറ്റത് വന്ന് കയറിയപ്പോഴേ ആ സ്ത്രീ പ്രകാരം പറഞ്ഞു, ഒരട ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുകയാണ്. ആ അട മരണത്തിൻ്റെ അടയാണ്. ഇത് തിന്ന് ഞങ്ങൾ മരിക്കണം. അമ്മയും മോനും ഞങ്ങൾക്ക് മരിക്കണം. ഇത് അവസാനത്തെ അടയാണ്, മരണ അടയാണ്. ഞങ്ങളിത് തിന്ന് ഞങ്ങൾ മരിക്കട്ടെ. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അത് മരണ അടയാണെങ്കിൽ അത് ഇങ്ങ് തന്നോ, ഞാൻ തിന്നോളാം. സ്തോത്രം. ആ അവസാനത്തെ അട, മരണ അട എന്ന് പറഞ്ഞത് ഏലിയാവ് തിന്നപ്പോൾ, സ്തോത്രം, അവൾ മാത്രമല്ല, ആ ചെറുക്കൻ മാത്രമല്ല, കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കൂടെ ദൈവകൃപയാൽ ജീവിക്കുകയുണ്ടായി. വീടിൻ്റെ എല്ലാ മുഖാന്തരങ്ങളിൽ ഒരു ജീവൻ ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ഉണ്ടാകട്ടെ. വറ്റിപ്പോയത്, ഉണങ്ങിപ്പോയത്, നിന്നുപോയത്, സകലത്തിനും ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ.
സോ ആ വീട്ടിൽ 3 വർഷത്തോളം ഏലിയ പ്രാർത്ഥിച്ചു. ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന വീട്ടിൽ എന്തുകൊണ്ട്? അത്ഭുതമുണ്ട്. ആരുമിണ്ടെന്നില്ല. പ്രാർത്ഥിക്കുന്ന വീട്ടിൽ അത്ഭുതമുണ്ട്. പ്രാർത്ഥിക്കുന്ന വീട്ടിൽ തിന്മകൾ അടിക്കയില്ല. പ്രാർത്ഥിക്കുന്ന വീട്ടിൽ നന്മ തന്നെ നീ പ്രാപിക്കും. പ്രാർത്ഥിക്കുന്ന വീട്ടിൽ അത്ഭുതമുണ്ട്. ആ മരിച്ച ചെറുക്കൻ സ്തോത്രം ഏലിയാമിൻ്റെ പ്രാർത്ഥനയിൽ എഴുന്നേറ്റു. തൊട്ടടുത്ത ഇരട്ടി പങ്ക് ആത്മാവിനാൽ പ്രാപിച്ച എലീശയെ നോക്കിയേ. ശൂന്യംകാരത്തിക്ക് മക്കൾ ഉണ്ടായിരുന്നതേയില്ല. എലീശ ആ വീട്ടിൽ കൂടെ വന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ ഉണ്ടായിരുന്നതായ ചെറുക്കൻ സ്തോത്രം ഒരു ദിവസം മരിച്ചുപോയി. എലീശ പ്രാർത്ഥിച്ച് ആ ചെറുക്കനും എഴുന്നേറ്റു. സ്തോത്രം. അതെ, ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ ഒരു കുഞ്ഞ് എഴുന്നേറ്റു. അതേപോലെ എലീശയുടെ അതേ പ്രാർത്ഥനയിലും ഒരു കുഞ്ഞ് എഴുന്നേറ്റു. രണ്ടാമത് ഒരാൾ കൂടെ എലീശയുടെ ശുശ്രൂഷയിൽ എഴുന്നേറ്റ്. അത് എലീശ ജീവിച്ചിരുന്നപ്പോഴല്ല, എലീശ മരിച്ചിട്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ശുശ്രൂഷ തീരണമെന്നില്ല. നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ അഭിഷേകം മരിക്കുന്നില്ല. സ്തോത്രം. അതെ, മോവാബിയ പടക്കൂട്ടം ഇതാ ഒരു ഡെഡ് ബോഡിയെ, ഒരു ശവശരീരത്തെ ഒരു ശവക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ ഓടിപ്പോകുമ്പോൾ അതെ, ആ മോവാബിയ ഭടൻ മരിച്ചു കിടന്നവൻ എഴുന്നേറ്റോടി. കാര്യം എന്ത്? അവൻ ചെന്ന് വീണത് എലീശായുടെ അസ്ഥിയിൽ ആയിരുന്നു. സ്തോത്രം. സോ എലീശായിൽ മരിച്ച 2 പേർ എഴുന്നേൽക്കുകയുണ്ടായി. സോ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പഴയ നിയമത്തിൽ മരിച്ച 3 പേർ എഴുന്നേറ്റ്. അവരിലൂടെ ചലിച്ച ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവം ഏലിയാവിലൂടെ മരിച്ച ഒരാളിനെ എഴുന്നേൽപ്പിച്ചു. അത് എലീശായിലൂടെ മരിച്ച 2 പേരെ എഴുന്നേൽപ്പിച്ചു. ആ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തു യായിറോസിന്റെ മകളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. യായിറോസിന്റെ മകളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ സെഷൻ ആരോ എന്നെ പിടിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ ഒരു വോളണ്ടിയർ അല്ല, ഒരു ലീഡർ അല്ല. കർത്താവ് നിന്നെ പിടിച്ചാൽ ഇന്ന് പകൽ മരണം ഓടും, പകരം ജീവൻ കടന്നു വരും. നയ്യിലെ വിധവയുടെ മകൻ മരിച്ചു കിടക്കുകയാണ്. ആ ശവമഞ്ചത്തെ യേശു തൊട്ടു. ആരെങ്കിലും എന്നെ തൊട്ടു എന്ന് ഇന്ന് പകൽ പറയുന്നെങ്കിൽ അസോസിയേറ്റ് പാസ്റ്റേഴ്സും മറ്റേ ലീഡേഴ്സും അല്ല, ആണിപ്പടുത്തുള്ള ഒരു കരം ഇന്ന് പകൽ നിങ്ങളെ തൊടുവാൻ പോകുന്നു. യേശു തൊടുമ്പോൾ ക്യാൻസറുകൾ മാറും. യേശു തൊടുമ്പോൾ മാരക രോഗങ്ങൾ വേരോടെ ശരീരത്തിങ്ങളുടെ സിസ്റ്റത്തിൽ മാറ്റപ്പെടും. പ്രത്യേകിച്ച് ഇന്ന് കർത്തൃമേശയുടെ ഈ ദിവസത്തിൽ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, യേശുവിൻ നാമത്തിൽ ഒറ്റ വ്യക്തിക്ക് പോലും ഈ സർവീസിന് രോഗത്തോടെ മടങ്ങാൻ കഴിയത്തില്ല. Come on people, കൈയടിക്കുന്നേ, നേരെ കൈയടിക്ക്. Let me repeat that again. ഒരൊറ്റ വ്യക്തിക്ക് രോഗത്തോടെ മടങ്ങാൻ കഴിയത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. കമോൺ. യേശു കർത്താവ് പിടിച്ചപ്പോൾ മരണം പോയി, പകരം ജീവൻ വന്നു. യേശു കർത്താവ് തൊട്ടപ്പോഴും മരണം പോയി, ജീവൻ വന്നു. ലാസറിന്റെ കല്ലറക്കരികിൽ നിന്ന് യേശു പറഞ്ഞു, ലാസറസ് കം ഫോർത്ത്, ലാസറേ വെളിയിലേക്ക് വരിക. ചത്ത് നാറ്റം വെച്ചവൻ, മരിച്ച് നാറ്റം വെച്ചവൻ, സ്തോത്രം, അവൻ പുറത്ത് വന്നു. നിങ്ങളുടെ കരങ്ങൾ ഞാൻ കാണട്ടെ, നിങ്ങളുടെ 2 കരങ്ങൾ ഞാൻ കാണട്ടെ, നിങ്ങളുടെ 2 കരങ്ങൾ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ തലമുറയിൽ ഈ കരങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരിക്കൽ കൂടെ, ഈ കരങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ കരങ്ങളിലൂടെ 10,000-കണക്കിന് ജനം സൗഖ്യമാകും. ഈ കരങ്ങളിലൂടെ അനേക മുടന്തന്മാർ നടക്കും, അനേക ചെകിടർ കേൾക്കും, അനേക ഊമർമാർ സംസാരിക്കും, അനേക കുടന്മാരുടെ കണ്ണുകൾ തുറക്കും. ഈ ചില കരങ്ങൾ മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന വലിയ സാന്നിധ്യം, ശക്തി നിങ്ങളിലൂടെ വെളിപ്പെടും. കമോൺ, 2 മിനിറ്റ് കരങ്ങൾ ഉയർത്തി അന്യഭാഷകളിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. കേട്ടില്ല? ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അതെ, യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം അതെ 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ, ഐ എം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. മനുഷ്യ ചരിത്രത്തിൽ ഒരു വ്യക്തിക്കും ഇവണ്ണം അവകാശവാദം ഉന്നയിപ്പാൻ തക്കൊണ്ട് കഴിഞ്ഞില്ല. പകരം മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ്, സ്തോത്രം, അവൻ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. 100 പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശയുടെ നേതൃത്വത്തിൽ പെസഹ നാളിൽ ഇസ്രായേൽ ജനം വിടിവിക്കപ്പെട്ട് ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വന്നു.
പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ തൊട്ടടുത്ത ദിവസം ചെങ്കടലിന്റെ കരയിൽ അവർ പാളയമിറങ്ങി. 3-ാം ദിവസം ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് 3-ാം ദിവസം ചെങ്കടൽ കടന്ന് അവർ മുന്നിലേക്ക് പോയി. അതാദ്യ ഫല പെരുന്നാൾ ആയിരുന്നു. പെസഹാദിനത്തിന് യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ അരിമത്തിലെ യോസെഫിൻ്റെ കല്ലറയിൽ യേശു ആയിരുന്നു. 3 സ്തോത്രം അതേ ആദ്യ ഫല പെരുന്നാളിൻ്റെ ദിവസത്തിൽ മരണത്തെയും പാതാളത്തെയും അതേ തകർത്ത് പരാജയപ്പെടുത്തി യേശു പുറത്തേക്ക് വന്ന യേശു പുറത്തേക്ക് വന്നു. നോക്ക്, എന്നിട്ട് കേക്ക്. ആദ്യം നോക്ക്, പിന്നെ കേക്ക്. ഈ പുറത്തേക്ക് വന്നതെന്ന് പറയാം, നീ പറ, ഞാൻ കേൾക്കാം. അലസതയോടെ അല്ല, എനിക്ക് പറയാൻ വലിയൊരു ആത്മാവിൻ്റെ മർമ്മമുണ്ട്. സ്തോത്രം. പാസ്ഓവർ ദിനം അന്നത്തെ ഏറ്റവും വലിയ സൈന്യത്തെ, രാജാവിനെ കർത്താവ് തകർത്ത് മിസ്രൈമിനെ പപ്പട പൊടിയാക്കി തൻ്റെ ജനത്തെ പുറത്തെടുത്ത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ ഇന്ന് കാണുന്ന ഈജിപ്തിൻ്റെ സൈഡിൽ ഭൂപ്രദേശം ഒരു പഞ്ചായത്തിൻ്റെ അത്രയും വലിപ്പമുണ്ട്. അവിടെ 30 ലക്ഷം പേർ സ്തോത്രം അതേ ക്യാമ്പ് ചെയ്ത്. 3-ാം ദിവസം ആദ്യ പല പെരുന്നാളിൽ 3 കിലോമീറ്റർ നീളത്തിൽ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ആ വഴിക്ക് 1.5 കിലോമീറ്റർ വീതി ഉണ്ടായിരുന്നു. 30 ലക്ഷം ജനവുമുണ്ടായിരുന്നു. 3 കിലോമീറ്റർ നീളം, 1.5 കിലോമീറ്റർ വീതി, 30 ലക്ഷം ജനം. ദൈവം കണക്ക് പഠിച്ചവനല്ല, ദൈവം കണക്ക് ചമച്ചവനാണ്. 3 കിലോമീറ്റർ നീളമുള്ള വഴി, 1.5 കിലോമീറ്റർ വീതി, 30 ലക്ഷം ജനം. അവർ 3 മണിക്കൂർ കൊണ്ട് മറുകര കിടക്കണമായിരുന്നു. ലെറ്റ് മീ ടെൽ യു വൺ മോർ ടൈം. സ്തോത്രം. 3 മണിക്കൂർ കൊണ്ട് 1.5 കിലോമീറ്റർ വീതിയുള്ളതായ വഴിയിലൂടെ ജനം സ്തോത്രം മറുകര കടന്ന്. അർത്ഥം ദൂത ഇതാണ്, 3 മണിക്കൂറേ ടൈമുള്ളൂ. 3 മണിക്കൂർ കൊണ്ട് ഉഴപ്പാൻ അവർക്ക് കഴിയത്തില്ല, ഉഴപ്പാൻ അവർക്ക് പറ്റത്തില്ല, അലസത കാണിക്കാൻ കഴിയത്തില്ല. കാരണം പിന്നിൽ സ്തോത്രം അന്നത്തെ ഏറ്റവും വലിയ സൈന്യം നിരന്നിരിക്കുകയാണ്. ഉഴപ്പെന്ന ആരോടോ കർത്താവ് പറയുന്നു, ഉഴപ്പെന്ന ആരോടോ കർത്താവ് പറയുന്നു. ടൈം വേസ്റ്റ് ചെയ്യല്ല, ടൈം വേസ്റ്റ് ചെയ്യല്ലേ. എഴുതിയെടുക്കുന്നവർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയെടുത്താട്ടെ. ടൈം വേസ്റ്റ് ചെയ്യുന്നവൻ ലൈഫ് വേസ്റ്റ് ചെയ്യുകയാണ്. കമോൺ, ടൈം വേസ്റ്റ് ചെയ്യുന്നവൻ. പിള്ളേരെല്ലാം കേൾക്ക്, എല്ലാ പിള്ളേരും കേൾക്ക്. മൈക്കൽ ഏഞ്ചലോ വന്നിട്ടുണ്ട്, പടം വരയ്ക്കുകയാണ്. മൈക്കൽ ഏഞ്ചലോ, ലിയോനോ ഡാവിഞ്ചി വന്നിട്ടുണ്ട്, ഏതാണ്ട് എഴുതി പഠിക്കുകയാണ്. സ്തോത്രം. എഴുതിയെടുക്കുക, ക്യാപിറ്റൽ ലെറ്റർ എഴുതിയെടുക്കുക. ഇഫ് ഐ എം വേസ്റ്റിംഗ് ദ ടൈം, ഐ എം വേസ്റ്റിംഗ് ദ ലൈഫ്. സമയം കളയുന്നവൻ സ്തോത്രം അതേ ലൈഫ് കളയുകയാണ്. ടൈം വേസ്റ്റ് ചെയ്യുന്നവൻ ലൈഫ് വേസ്റ്റ് ചെയ്യുകയാണ്. 3 മണിക്കൂറേ സമയമുള്ളൂ. നിന്റെ മുൻപിൽ 1.5 കിലോമീറ്ററിൽ അതേ വഴി തുറന്നു കഴിഞ്ഞു. 3 കിലോമീറ്റർ നീളമുണ്ട്, 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള വഴി, അത് 1.5 കിലോമീറ്റർ വീതിയിൽ തുറന്ന ദൈവം പറയും, ഒറ്റ യാമം കൊണ്ട് ഈ 30 ലക്ഷം ജനം മറുകര കിടക്കണം. അതാണ് പോയിന്റ്. ഒറ്റ യാമം, മീനിങ് 3 hours കൊണ്ട് ഉഴപ്പാതെ മുന്നിലേക്ക് കടന്നു. അർത്ഥം പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉഴപ്പല്ല, ഉപവസിക്കേണ്ട സമയത്ത് ഉഴപ്പല്ല, ആരാധിക്കേണ്ട സമയത്ത് ഉഴപ്പല്ല, അടുത്ത 21 ദിവസം വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉഴപ്പല്ല. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി മേലാൽ നീ കാണുകയില്ല. കമാൺ, ഇന്ന് വരെ കണ്ടിട്ടുള്ള പ്രതിസന്ധിയെ ഇനി മേലാൽ നീ കാണുകയില്ല. ഇതുവരെ നീ കണ്ടതായ പോരുകളെ, പോരാട്ടങ്ങളെ, തലമുറയായി വ്യാപരിക്കുന്ന ആക്രമണങ്ങളെ നോവേ ഇനി മേലാൽ നീ കാണുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് മുന്നോട്ട് ഓടിക്കോ, പെട്ടെന്ന് സ്തോത്രം മുന്നേറിക്കോ. കാരണം സ്തോത്രം ടൈം കളയാനില്ല. സോ 3-ാമത്തെ ദിവസം ആകുന്ന ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ ആദ്യ പല പെരുന്നാളാകുന്ന 3-ാമത്തെ ദിവസം ഇസ്രായേൽ ചെങ്കടൽ കടന്നു. സെയിം ഡ്രാമ റിപ്പീറ്റ് അറ്റ് ദ ക്രോസ്. അത് തന്നെ അരിമത്തിലെ യോസെഫിൻ്റെ കല്ലറയിൽ ആവർത്തിച്ചു. കുഞ്ഞാടായി അടക്കം ചെയ്യപ്പെട്ടവൻ, ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ കുഞ്ഞാടായി അടക്കം ചെയ്യപ്പെട്ടവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹമായി സ്തോത്രം അവൻ പുറത്തു വന്നു. ഇന്നലെ രാത്രി കർത്താവിനോട് പറഞ്ഞത്, ലോകത്തിലുള്ള ഏറ്റവും സെക്വേർഡ് ആയിട്ടുള്ള ടോംബ്, ലോകത്തിലെ ഏറ്റവും സെക്വേർഡ് ആയിട്ടുള്ള ടോംബ്, ലോകത്തിലെ ഏറ്റവും സ്തോത്രം അതെ നിഷ്പ്രയാസം തകർന്നതായ ഒരു കല്ലറയായി കർത്താവ് യേശു ക്രിസ്തു പുറത്തു വന്നു. ഒരിക്കൽ കൂടെ, ഭൂമിയിലെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ആ കല്ലറ, ഭൂമിയിലെ ഏറ്റവും ഉറപ്പുള്ളതായി റോമക്കാർ മുദ്ര വച്ച കല്ലറ, ഭൂമിയിൽ ഏറ്റവും ഉറപ്പുള്ളതായ കല്ലറ, തുറന്ന സ്വർഗത്തിന് മുൻപിൽ ഏറ്റവും ബലഹീനമായ കല്ലറയായി കർത്താവ് പുറത്തു വന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതിതാണ് ഏറ്റവും കഠിനമായ വിഷയം.
ആരോടെ പറയാൻ? ഡിസംബർ മാസമേ കേൾക്ക്. ഏറ്റവും കഠിനമായ വിഷയം വരുന്ന 31 മുൻപ് ഏറ്റവും നിസ്സാര വിഷയമായി ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോകുന്നു. ഒരിക്കലും നടക്കത്തില്ല, ഒരിക്കലും തുറക്കത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ളതാ ഏറ്റവും സെക്യൂറായിട്ടുള്ള കല്ലറയെ. കർത്താവ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ ടൈം വന്നപ്പോൾ, സ്വർഗം തുറന്നപ്പോൾ, ദൈവത്തിൻ്റെ മുൻപിൽ അത് നിസ്സാരമായ കാര്യമായി തീർന്നെങ്കിൽ ഒരുങ്ങിക്കോ, നിന്റെ ജീവിതത്തിൽ അത് ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നു. ഹല്ലേലൂയ. സ്വർഗം തുറന്നപ്പോൾ തലക്കെട്ടതാണ് വിത്ത് ദ പവർ ഓഫ് റിസറക്ഷൻ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, എന്തുവാ? പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ഏറ്റവും സെക്യൂറായ കല്ലറ അത് തുറന്ന് തൻ്റെ പുത്രനെ കർത്താവ് പുറത്തെടുത്ത്. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഏറ്റവും സെക്യൂറായ കല്ലറയിൽ നിന്ന് അവനെ പുറത്തെടുത്തെങ്കിൽ ലൈഫിലെ ഏറ്റവും കഠിനമായ വിഷയം കാണുന്നതായ ഏതോ കുടുംബങ്ങൾ, ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ വിഷയങ്ങളിലൂടെ പോകുന്ന വ്യക്തികൾ ഒരുങ്ങിക്കോ, ഇതെല്ലാം ഭയങ്കര സാക്ഷ്യമാകാൻ പോകുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ അടച്ചത് തുറക്കുവാൻ സമയം വന്നിരിക്കുന്നു. ആരെ നോക്കിയ പ്രവചനാത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ പ്രഖ്യാപിക്കുന്നത്, മനുഷ്യൻ അടച്ചത് കൈയടിക്കുന്ന നേരെ കൈയടിക്കൂട്ടി. യെസ്, മനുഷ്യൻ അടച്ചത് തുറക്കേണ്ട സമയം വന്നിരിക്കുന്നു. സാത്താൻ മൂടിയത് പിശാച് ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറയുന്നത് അന്ധകാര മണ്ഡലങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് ദൈവകൃപയാൽ നീ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. കരങ്ങളടിച്ച് അന്യഭാഷകളെ ദൈവത്തെ സ്തുതിച്ചേ. കാരണം പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്റെ ഉള്ളിലുണ്ട്. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്തു പറ, എന്നെ തടയാൻ ആർക്കുമാകില്ല. പറഞ്ഞേ, ഹൈഫൈ കൊടുത്തു പറ. അങ്ങനെയല്ല മക്കളെ, ഹൈഫൈ സൈഡിൽ കൊടുക്കുന്നതല്ല. കമോൺ, സ്തോത്രം. നന്നായി ഒരിക്കൽ കൂടെ. റെഡി, 1 2 3. എന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. പറ, എന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. എന്നെ കണ്ടാൽ 4.5 അടി ഉയരമേ ഉള്ളൂ, 42 കിലോഗ്രാം വെയിറ്റേ ഉള്ളൂ. പക്ഷേ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ടൈമിൽ ഞാൻ പുറത്ത് വന്നിരിക്കുക. ഒരു സെക്കൻഡ് പോലും ദുഷ്ടനെ നിന്നെ തടയുവാൻ താമസിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു സെക്കൻഡ് പോലും, ഒരു മിനിറ്റ് പോലും, ഒരു ദിവസം പോലും. നോവേ. ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ടൈമിൽ നീ പുറത്ത് വന്നിരിക്കും. ആരൊക്കെയോ പുറത്തേക്ക് മാർച്ച് ചെയ്യുന്ന ശബ്ദം ആത്മമണ്ഡലത്തിൽ ഞാൻ കേൾക്കുന്നു. ഏതോ വ്യക്തികൾ, ഏതോ കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തേക്ക് ജയത്തോടെ മാർച്ച് ചെയ്യുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ത്രൂ ദ പവർ ഓഫ് റിസറക്ഷൻ, ത്രൂ ദ പവർ ഓഫ് റിസറക്ഷൻ. ഇതിൻ്റെ 2 വശങ്ങളാണുള്ളത്. ഒന്ന് വിശുദ്ധന്മാരുടെ ഉയർപ്പ്, പലതരത്തിലുള്ള ഉയർപ്പ്, പല സെഗ്മെൻറ്റിലുള്ളതായ ഉയർപ്പുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയാം. സ്തോത്രം. മഹാപീഠ നടക്കുന്നതായ സമയത്ത് കൊല്ലപ്പെടുന്നതായ രക്തസാക്ഷികളെ ഉയർപ്പിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. മഹാപീഠയുടെ അവസാനത്ത് സ്തോത്രം അന്നുണ്ടായിരുന്ന മഹാപീഠയുടെ കാലത്തുള്ളതായ വിശുദ്ധന്മാരുടെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നു. സോ രക്തസാക്ഷികൾ ഉയർക്കുന്നു, മഹാപീഠ കാലത്തുള്ളതായ വിശുദ്ധന്മാർ ഉയർക്കുന്നു. അതുപോലെ തന്നെ എതിർ ക്രിസ്തു കൊന്നുകളഞ്ഞതായ ഇസ്രായേലിയർ, യഹൂദന്മാർ ഉയർക്കുന്നു. നമ്പർ 4, ഇസ്രായേൽ രാജ്യം ഉയർക്കുന്നു. സ്തോത്രം. ഒടുവിലായി ദുഷ്ടന്മാർ, ദൈവമില്ലാത്തവർ, സുവിശേഷം നിഷേധിച്ചവർ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തവർ, സ്തോത്രം, അതേ അന്ത്യ ന്യായവിധിക്കായി വെള്ള സിംഹാസനത്തിന് വേണ്ടി ഉയർക്കുന്നു. സോ പലതരത്തിലുള്ള ഉയർപ്പുകൾ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ ഇങ്ങനെ ശ്രേണിയായി നിരയായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. രക്തസാക്ഷികളുടെ ഉയർപ്പുണ്ട്. സ്തോത്രം. മഹാപീഠ കാലത്തിൻ്റെ അവസാനത്ത് മില്ലിനിയം റെയിനിൻ്റെ തൊട്ട് മുൻപ്, അതേ സ്തോത്രം,
പീഡകാലത്ത് കടന്നു പോകുന്ന എതിർ ക്രിസ്തുവിന് നേരെ പിടിച്ചു നിന്ന വിശുദ്ധന്മാരുടെ ഉയർപ്പുണ്ട്. പിന്നെ യഹൂദന്മാരുടെ ഉയർപ്പുണ്ട്. എതിർ ക്രിസ്തു കൊന്നുകളഞ്ഞ യഹൂദന്മാരുടെ ഉയർപ്പുണ്ട്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഉയർപ്പുണ്ട്. ഒടുവിലായി സ്തോത്രം ദുഷ്ടന്മാരുടെ പുനരുത്ഥാനമെന്ന് വെളിപ്പാട് 20:2 പറയുന്ന വെള്ള സിംഹാസന ന്യായവിധിക്കായി ഉയർക്കുന്ന ഉയർപ്പുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട ഒരു ലിസ്റ്റിലും പുതിയ നിയമസഭ ഉൾപ്പെടുന്നതേയില്ല. പുതിയ നിയമസഭ ഉൾപ്പെടുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുവാൻ പോകുന്നു. എങ്ങനെ മരിക്കുന്നു എന്നതല്ല വിഷയം. ചിലപ്പോൾ രോഗം വന്ന് മരിക്കാം, അപകടങ്ങളിൽ മരിക്കാം, സ്തോത്രം വയസ്സ് ചെന്ന് സ്വാഭാവികമായി മരിക്കാം. എങ്ങനെ മരിക്കുന്നു എന്നതല്ല വിഷയം, പകരം ക്രിസ്തുവിൽ മരിക്കുന്നു എന്നതാണ് വിഷയം. എങ്ങനെയാണ് ക്രിസ്തുവിൽ മരിക്കാൻ പറ്റുന്നത്? ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയത്തുള്ളൂ. ഓ കമോൺ പോയി ഒരിക്കൽ കൂടെ. ക്രിസ്തുവിൽ ജീവിക്കുന്നു എങ്കിൽ അതെ ക്രിസ്തുവിൽ നീ മരിക്കും. ക്രിസ്തുവിൽ മരിക്കുന്നു എങ്കിൽ ക്രിസ്തു വരുമ്പോൾ നീ ജീവിക്കുക തന്നെ ചെയ്യും. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ സ്തോത്രം ക്രിസ്തുവിൽ മരിക്കും. ക്രിസ്തുവിൽ മരിക്കുന്നവൻ കർത്താവ് കടന്നു വരുമ്പോൾ, ക്രിസ്തു കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കപ്പെടും. 1 കൊരിന്ത്യർ ലേഖനം 15 52 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ലെറ്റ് മീ ടെൽ യു എ മിസ്റ്ററി, ലെറ്റ് മീ ടെൽ യു എ സീക്രട്ട്. ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. ഞാൻ നിങ്ങളോട് ഹിഡൻ ട്രൂത്ത് പറയാം. ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. മലയാള ബൈബിളിൽ പറയുന്നു, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. എന്താണ് ആ മർമ്മം എന്ന് പറയുന്നത്? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ, കമോൺ എല്ലാവരും ശബ്ദമുയർത്തി ഷൗട്ട് ചെയ്ത് വായിച്ചേ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും. പറഞ്ഞേ, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ച നിങ്ങളുടെ അമ്മച്ചിമാർ, നിങ്ങളുടെ അപ്പച്ചന്മാർ, എൻ്റെ പപ്പയുള്ള ഉൾപ്പെടെയുള്ളതായ വിശുദ്ധന്മാർ, പാസ്റ്റർമാർ, മിഷണറിമാർ, സോങ് റൈറ്റേഴ്സ്, ഫാനി ക്രോസ്ബിയെ പോലെയുള്ളവർ, വില്യം കേരിയെ പോലെയുള്ളവർ, ഡേവിഡ് ലിവിൻസ്റ്റനെ പോലെയുള്ളവർ, ക്രിസ്തുവിൽ മരിച്ചതായ സകല വിശുദ്ധന്മാർ യേശു കർത്താവിൻ്റെ വരവെങ്കിൽ അവർ ഉയർക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ സ്വർഗത്തിൽ അവർ സ്വസ്ഥതയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ വിശ്രമിക്കുകയാണ്. എന്നാൽ കർത്താവ് കടന്നു വരുന്ന സമയത്ത് 1 തെസ്സലോനിക്കർ ലേഖനം 4:16-17 വാക്യങ്ങൾ എല്ലാ ഞായറാഴ്ചയും സഭ കേൾക്കേണ്ട ദൂതാണിത്. എല്ലാ ഞായറാഴ്ചയും ചർച്ച് കേൾക്കേണ്ടതായ ശബ്ദമാണിത്. കാരണം നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ അരിഷ്ടരെന്ന് വേദപുസ്തകം പറയുന്നു. ഈ ലോകത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജോലി കിട്ടണം, പെണ്ണിനെ കെട്ടിക്കണം, ചെറുക്കം കെട്ടണം, കെട്ടിടത്തിൻ്റെ അതെ വീടിൻ്റെ ഉയരം കൂടണം, കാറിൻ്റെ നീളം കൂടണം, പണം വർദ്ധിക്കണമെന്ന് നിങ്ങൾ ഭൗതികത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങൾ അരിഷ്ടരാണ്, നിങ്ങൾ ആത്മീയരല്ല. നിങ്ങൾ അരിഷ്ടരാണ്, നിങ്ങൾ ആത്മീയരല്ല. അരിഷ്ടന്മാർ നരകത്തിൽ വീഴും, ആത്മീയർ സ്വർഗത്തിൽ നടക്കുക. Come on, hallelujah. ആത്മീയരായിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അരിഷ്ടന്മാർ കോഴിയെ പോലെ താഴോട്ട് നോക്കും, എന്നാൽ ആത്മീയർ കഴുകന്മാരെ പോലെ മേലോട്ട് നോക്ക്. അതേ സ്തോത്രം. അരിഷ്ടന്മാരുടെ തലനിറയെ ഭൗതികമായിരിക്കും, ആത്മീയന്റെ തലനിറയെ കർത്താവായിരിക്കും. അരിഷ്ടൻ പാപത്തെ ചിന്തിക്കുന്നു, വിശുദ്ധൻ ദൈവവചനം ധ്യാനിക്കുന്നു. അരിഷ്ടൻ TV കാണുന്നു, അതേ സ്തോത്രം. ആത്മീയൻ പ്രാർത്ഥിക്കുന്നു. അരിഷ്ടൻ പേപ്പർ കാണാതെ പഠിക്കുന്നു, അതേ വിശുദ്ധൻ സ്തോത്രം വേദപുസ്തകം വായിക്കുന്നു. എല്ലാ അരിഷ്ടന്മാർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുറച്ചെണ്ണം ഉണ്ട് എനിക്കറിയാം. ഹല്ലേലൂയ. എല്ലാ ആത്മീയർ 2 കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആത്മീയരെ ചേർപ്പാൻ യേശു കർത്താവ് കടന്നു വരുന്നു. സങ്കീർത്തനം 50:5 വായിക്കുമ്പോൾ യാഗം കഴിച്ച് വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു ഈ ലോകത്തിലേക്ക് വരുന്നു. വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കർത്താവ് കടന്നു വരുന്നു. അതേ സർഫ് കൊണ്ട് അലക്കിയാനും അല്ല വിശുദ്ധൻ, പകരം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ് വിശുദ്ധൻ. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവസഭയാകുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കർത്താവ് വരുന്നു. നിങ്ങളുടെ ആത്മാവിലെ ഓർക്കസ്ട്ര നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ ആത്മാവിൽ ആ ശബ്ദം കേൾക്കുന്നു. The king is on the way.
2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ പാപികൾക്ക് വേണ്ടി കടന്നു വന്നു. എബ്രായർ 9:26-27. എന്നാൽ ഇനി അവൻ വരുന്നത് പാപം കൂടാത്തവർക്ക് അവൻ പ്രത്യക്ഷനാകാൻ വേണ്ടി പോകുന്നു. which is called the appearance in the cloud. മേഘ പ്രത്യക്ഷത. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ പ്രത്യക്ഷത? മേഘ പ്രത്യക്ഷത. മേഘത്തിൽ അവൻ എടുത്തുകൊള്ളപ്പെട്ടു, മേഘാരൂഢനായി അവൻ മടങ്ങി വരുവാൻ പോകുന്ന. മർക്കോസ് 16. മേഘത്തിൽ ഒരു മേഘം വന്ന് അവനെ മറച്ചു. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, എന്താണ് ആ മേഘം? പരിശുദ്ധാത്മാവിന്റെ 7 അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ് മേഘ. യേശു കർത്താവ്, ബേബി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ നിഴലിട്ട് അവൻ ഈ ലോകത്തിലേക്ക് വന്നു. അതേപോലെ പരിശുദ്ധാത്മാവ് അവനെ സുരക്ഷിതമായി തിരികെ കൊണ്ടുപോയി പിതാവിന്റെ സന്നിധിയിലാക്കി. ഓ ഗ്ലോറി! പരിശുദ്ധാത്മാവുണ്ടോ, നിങ്ങൾ സുരക്ഷിതനാണ്. ഓ പരിശുദ്ധാത്മാവുണ്ടോ, നിങ്ങൾ സുരക്ഷിതരാണ്. എത്ര കല്ലറയുണ്ടെങ്കിലും, എത്ര കയ്യഫാമുണ്ടെങ്കിലും, എത്ര കുരിശുണ്ടെങ്കിലും, എത്ര ആണിയുണ്ടെങ്കിലും, എത്ര ചുറ്റികയുണ്ടെങ്കിലും, എത്ര സാത്താനുണ്ടെങ്കിലും, കല്ലറവൻ ആരൊക്കെ ഉണ്ടെങ്കിലും, പരിശുദ്ധാത്മാവുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് വിട്ടുകൊടുക്കത്തില്ല. അവൻ നിങ്ങളെ ഉദ്ധരിക്കും, ഉയർത്തും. ഓ, പിതാവിന്റെ സന്നിധിയിൽ സുരക്ഷിതമായി എത്തിക്കും. പരിശുദ്ധാത്മാവുള്ളവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെട്ടവൻ മേഘങ്ങളിൽ ഇറങ്ങി നിന്ന്. ദാറ്റ് മീൻസ് with the fullness of with the full presence of the Holy Spirit. മേഘങ്ങളിൽ ഇറങ്ങി നിന്ന് അവൻ പറയും, come up here. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച്, ഇവിടെ കയറി വരുവിൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ, ഇവിടെ കയറി വരുന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ സ്തോത്രം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുക. which is called the rapture of the church. ദൈവസഭയുടെ ഉൾപ്രാവണം. മനസ്സിലാക്കാം, 3 ശബ്ദത്തോടു കൂടിയാണ് കർത്താവ് കടന്നു വരുന്നത്. അത് 1 മണിക്കൂർ പ്രസംഗമാണ്. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയട്ടെ. നമ്പർ 1, 3 ശബ്ദത്തോടുകൂടെ കർത്താവ് കടന്നു വരുന്നു. ഒന്നാമത് കർത്താവിൻ്റെ ഗംഭീര നാദം. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്താണ്? കർത്താവിൻ്റെ ഗംഭീര നാദം. നമ്പർ 2, 2 പ്രധാന ദൂതന്റെ ശബ്ദം. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്താണ്? പ്രധാന ദൂതന്റെ ശബ്ദം. 3 ദൈവത്തിൻ്റെ കാഹളധ്വനി. പറഞ്ഞാട്ടെ, എന്താണ്? ദൈവത്തിൻ്റെ കാഹളധ്വനി. ഈ മധ്യാകാശത്തിലൊരു ശബ്ദം ഉയരുവാൻ പോകുന്നു. ശംഖുമുഖത്തുനിന്ന് പറന്നു പോകുന്നതായ വിമാനത്തിന്റെ ശബ്ദം അല്ല, ഏതോ ഹെലികോപ്റ്റർ പറക്കുന്ന ശബ്ദമല്ല. ഈ മധ്യാകാശത്തിൽ ലക്ഷോപലക്ഷം കോടാനുകോടി ദൂതന്മാരെ തന്റെ സന്നിധിയിൽ ചേർപ്പാൻ 3 ശബ്ദം മുഴങ്ങുവാൻ വേണ്ടി പോകുന്നു. with the shout of the Lord, with the voice of the archangel, with the blast of the trumpet. കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോട് കൂടെ ദൈവത്തിന്റെ ജനത്തെ ചേർപ്പാൻ യേശു കർത്താവ് കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. സഹോദരി സഹോദരന്മാരെ, അതിനെ തടയുവാൻ ഗവൺമെന്റിന് കഴിയത്തില്ല. അതിനെ തടയുവാൻ പ്രസ്ഥാനങ്ങൾക്ക് കഴിയത്തില്ല. അതിനെ തടയുവാൻ മന്ത്രവാദിക്കും കഴിയത്തില്ല. അതിനെ തടയുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയത്തില്ല. കാരണം യേശു കർത്താവ് പറഞ്ഞു, I will raise my church. The gates of hell cannot prevail. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സഭ ഇന്നലകളിൽ ജീവിച്ചു, സഭ ഇന്നും ജീവിക്കുന്നു, സഭ നാളെയും മുന്നേറും. യേശു കർത്താവ് സഭയെ ചേർപ്പാൻ വേഗം വരുന്ന. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അങ്ങനെ അവണ്ണം കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അവൻ്റെ ശബ്ദത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം, നിങ്ങളുടെ ദൈവകൃപയിലേക്ക് സ്തോത്രം ബലപ്പെടുത്തി നടത്തിയ ദൈവദാസന്മാരായിരിക്കാം. ക്രിസ്തുവിൽ അവർ ഉയർത്തി നിൽക്കുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെയുള്ള ഒരു ഉയർപ്പിൻ ശരീരത്തോടെ രൂപാന്തരപ്പെട്ട നമ്മൾ അവരെ കാണുവാൻ വേണ്ടി പോകുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവർക്ക് സ്വർഗീയ ശരീരം, ക്രിസ്തുവിൽ ജീവിക്കുന്ന നമുക്ക് അതേ രൂപാന്തരപ്പെട്ട ശരീരം. നിങ്ങൾ ചോദിക്കുക, എത്ര സമയമെടുക്കുമെന്ന് അറിയാമോ? രൂപാന്തരപ്പെട്ട ഒരു ശരീരം നമുക്കുണ്ട്. 2 പേരെ തൊട്ട് പറയുക, ഇപ്പം കാണുന്ന പോലെയല്ല ഞാൻ. പെട്ടെന്ന് പറഞ്ഞേ, ഇപ്പം കാണുന്ന പോലെയല്ല ഞാൻ, ഇപ്പം കാണുന്ന പോലെയല്ല ഞാൻ. ഇപ്പം എൻ്റെ അടുത്ത് നിന്നാൽ നല്ല നാറ്റമായിരിക്കും, പെർഫ്യൂം അടിച്ചിരിക്കുന്നവർക്കായി സ്തോത്രം. ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്നാൽ സ്തോത്രം അത് അത്ര സുഖമായിരിക്കത്തില്ല. പക്ഷേ സ്തോത്രം ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് യേശു കർത്താവ് കടന്നു വരേണ്ട അവസ്ഥ മാറ്. സെലസ്റ്റിയൽ ബോഡി, സ്വർഗീയ ശരീരം. പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി. എന്തോ ശരീരം? സ്വർഗീയ ശരീരം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉണ്ടായിരുന്ന ശരീരം പോലെ സ്വർഗീയ ശരീരം. 12 ശിഷ്യന്മാർ ഒരു ദിവസം 11 ശിഷ്യന്മാർ ഒരു ദിവസം ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ 11 ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ ചുവരിലൂടെ കർത്താവ് കടന്നു വന്നിട്ട്, നിങ്ങൾക്ക് സമാധാനം. എന്തോ സമാധാനം കർത്താവ്? പേടിപ്പിക്കാതെ കർത്താവ്.
ഓ കമാൺ, ചുവരിലൂടെ വന്ന് പേടിപ്പിക്കാതെ കർത്താവേ. അതാണ് സെലസ്റ്റിയൽ ബോഡി, അതാണ് സ്വർഗീയ ശരീരം. സ്വർഗീയ ശരീരം ആർക്കും തടുക്കാൻ കഴിയാത്ത ശരീരം. കല്ലറ തുറന്ന് മാറിയപ്പോഴല്ല യേശു വന്ന, കല്ലറ ഉള്ളപ്പോഴേ യേശു പുറത്തു വന്നു. ദൂതൻ വന്ന് നിങ്ങൾ ഞാൻ വിശ്വസിക്കാൻ കല്ലിനെ സാവധാനത്തിൽ അത് ഉരുട്ടി മാറ്റി. ഒരു തിരക്കുമില്ല, അത് ദൂതന് ഒരു തിരക്കില്ല. അവിടെ പെട്ടെന്നൊന്ന് ഉരുട്ടി മാറ്റിയ ദൂതന് കയ്യഫാവ് കാണുകട എന്നാരെങ്കിലും പറയുന്നില്ല. നോവേ നോവേ, ദൈവം പറഞ്ഞു ഞാൻ പ്രവർത്തിക്കും, ആർത്തടുക്കും. സോഫ്റ്റായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ അവനത് സ്തോത്രം അതേ കല്ലുരുട്ടി മാറ്റി. യേശു കർത്താവിൻ്റെ ശരീരം പോലെ ഒരു സെലസ്റ്റിയൽ ബോഡി, ഒരു സ്വർഗീയ ശരീരം കർത്താവ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നു. 1 യോഹന്നാൻ 3:2 പറയുന്നു, അവൻ ഇരിക്കുന്നത് പോലെ നിങ്ങൾ അവനെ കാണാം. അവൻ ഇരിക്കുന്നത് പോലെ, സെയിം ആസ് ജീസസ്, സ്വർഗീയ ശരീരത്തിൽ നിങ്ങൾ അവനെ കാണുവാൻ വേണ്ടി പോകുന്നു. ക്രിസ്തുവിൽ മരിച്ചതായ നമ്മളെ പ്രിയപ്പെട്ടവരെ എക്സാക്ട്ലി സ്വർഗീയ ശരീരത്തിൽ നിങ്ങൾ കാണും. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, എൻ്റെ പപ്പയെ, എൻ്റെ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമോ? അഫ്കോഴ്സ്. അവരെ മാത്രമല്ല നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം ഇന്നത്തെ ജ്ഞാനത്തെക്കാൾ സൂപ്പർ നാച്ചുറൽ വിസ്ഡം ആയിരിക്കും അന്ന് ആ സെലസ്റ്റിയൽ ബോഡിയിൽ ചലിക്കുന്ന വിശുദ്ധന്മാർക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതേ 18 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്നവനും പറയും, അദ്ദേഹമാണ് ഇന്ത്യയെ ഇളക്കി മറിച്ച ബ്രദർ DGS ദിനകരൻ. സ്തോത്രം. 18 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്നവർ. സോ കാലാന്തരത്തിൽ ഈ 21 സെഞ്ച്വറിയ 21-ാം നൂറ്റാണ്ടിൽ ദൈവസഭയായിരിക്കുമ്പോൾ ഏത് കാലഘട്ടത്തിൽ ആര് എവിടെ ജീവിച്ചിരുന്നു? ഇതാണ് DL മൂഡി, അതാണ് ഹഡ്സൺ ടൈലർ. വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കും. അന്യരെ മനസ്സിലാക്കുന്നെങ്കിൽ സ്വന്തം ആൾക്കാരെ എത്രയധികം മനസ്സിലാക്കും. സെലസ്റ്റിയൽ ബോഡി, ആ ശരീരത്തിന് വിയർക്കുന്നില്ല, ആ ശരീരത്തിന് വിയർക്കുന്നില്ല. പെർഫ്യൂം സ്വർഗത്തിൽ ആവശ്യമില്ല. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. പെർഫ്യൂം, അത്തറ, കുന്തിരിക്കം സ്വർഗത്തിൽ നിനക്ക് നിൻ്റെ ബോഡിക്ക് വേണ്ടി ആവശ്യമില്ല. സ്തോത്രം. അതെ, അവിടെ ടിഷ്യൂ ആവശ്യമില്ല, അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫ് ആവശ്യമില്ല. കാര്യം എന്താ? കണ്ണുനീരില്ല. കണ്ണുനീരില്ലാത്ത ലോകം, കണ്ണുനീരില്ലാത്തതായ ശരീരം, ക്യാൻസർ ഇല്ലാത്ത ശരീരം, വേദനയില്ലാത്ത ശരീരം, പൊട്ടൻ ചുക്കാതി തൈലം ആവശ്യമില്ല. ഹല്ലേലൂയ, ആവശ്യമില്ലാത്ത ശരീരം, മസാജിങ് സെന്റർ ആവശ്യമില്ലാത്ത ശരീരം. കാരണം എന്താ? സ്വർഗീയ ശരീരം. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്തോത്രം വരവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു. ഇന്നവരുടെ ആത്മാവ് സ്വർഗത്തിലാണ്. വിത്ത് എ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ, വിത്ത് എ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ. ഹൗ മച്ച് ടൈം ഈസ് ദാറ്റ്? എത്രയാണ്? കണ്ണ് മെയ്ക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൻ്റെ 10-1 സമയം. 1 സെക്കൻഡിൻ്റെ 10-1 സമയം. 1 സെക്കൻഡിൻ്റെ 10-1 സമയത്ത് സ്വർഗത്തിൽ വിശ്രമിക്കുന്ന ആത്മാക്കൾ പെട്ടെന്ന് വന്ന് പറയുന്നതിന് മുമ്പേ കല്ലറയിൽ അവരെ ശരീരം ഉയർത്തി നിൽക്കുന്നു, ആത്മാവായി ജോയിൻ ചെയ്യുന്നു, ഒരുമിച്ച് എടുത്തുകൊള്ളപ്പെടുന്നു. ഞാൻ പ്രസംഗിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ അപ്പുറത്ത് എൻ്റെ ഇടത് ഭാഗത്ത് LMS കോമ്പൗണ്ടിൽ ഒത്തിരി മിഷണറിമാരുടെ ശരീരങ്ങൾ വിശ്രമിക്കുന്നുണ്ട്. സ്തോത്രം. യേശു കർത്താവ് കടന്നു വരുമ്പോൾ TV കാർ, സ്തോത്രം, അതേ TV ചാനലുകൾ വിശുദ്ധന്മാരുടെ കല്ലറകളിലേക്ക് കടന്നു പോകും. അവർക്കാണ് തുറന്നിരിക്കുകയാണ്, കല്ലറ തുറന്നിരിക്കുകയാണ്. കല്ലറ തുറക്കുമ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ചുറ്റും നോക്കിയാട്ടെ, ആരൊക്കെയാണ് കൈയടിക്കാതിരിക്കുന്നത്? കൈയടിക്കാതിരിക്കുന്നവരാണെങ്കിൽ ഉയർക്കാൻ കാത്തിരിക്കുകയാണ്. Come on, hallelujah. സോ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവല്ലോ. ദ പവർ ഓഫ് റിസറക്ഷൻ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഇത് ഒരു വശം. സ്തോത്രം. നിത്യതയിൽ സ്വർഗത്തിൽ കടന്നു പോകുവാൻ, റാപ്ചർ ഓഫ് ദ ചേർച്ച്, പുനരുത്ഥാനത്തിൻ്റെ സാന്നിധ്യത്തെങ്കിൽ കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം വിശുദ്ധന്മാർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. മനസ്സിലായ ആമേൻ പറഞ്ഞാട്ടെ. ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടുന്നു. ക്രിസ്തുവിൽ മരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ ഉയർക്കുവാൻ വേണ്ടി പോകുന്നു. പക്ഷേ അതുവരെ എന്തോ എടുക്കും? സ്തോത്രം. അതുവരെ എന്തോ എടുക്കും? അതുവരെ എങ്ങനെ ജീവിക്കും? കരഞ്ഞ്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, വേദനിച്ച്. സ്തോത്രം. ഹൗ ആർ യു? ജീവിതം അങ്ങനെയുണ്ട്? എന്തോ പറയാനും അങ്ങനെ പോകുന്നു.
എന്തോ പറയാൻ, അങ്ങനെ പോകുന്നു. സ്തോത്രം. കണ്ണുനീര് മാറി, വേദനകൾ പറ എന്ന് തീരുമോ, നിന്ദകൾ മാറി. നല്ല ദിനം മിണ്ടിപ്പോലെ എനിക്കൊന്ന് കാണണം. സ്തോത്രം. നിന്ദകൾ മാറി. എങ്ങനെ പോകുന്നു? എന്താ പറയാൻ, പൊടി തുരുമ്പ്. സ്തോത്രം. പൊടി തുരുമ്പ്, ഒന്നുമല്ലാത്തത്, ആരുമില്ലാത്തത്. പാവം ഞാൻ. സ്തോത്രം. നോ, അങ്ങനെയല്ല. നിരാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. വിക്ടിമായിട്ടല്ല നീ ജീവിക്കുന്നത്. യു ആർ മോർ ദാൻ കോൺകറർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൽ ജയോത്സവമായി ദൈവം നിങ്ങളെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. കമാൺ, കേട്ടില്ല? ക്രിസ്തുവിൽ ജയോത്സവമായി ദൈവം നിങ്ങളെ വഴി നടത്തുന്നു. ഈ പുസ്തകം നീ ഉയർത്തിയെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. യേശുവിന് വേണ്ടി നിന്നെങ്കിൽ നീ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. കർത്താവ് നിന്റെ കൂടെ നിൽക്കും. കർത്താവിനെ മാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. സ്തോത്ര. ഗതശമനകളുണ്ട്, ഗോൽഗാഥയുണ്ട്, തകർച്ചകളുണ്ട്, വേദനയുണ്ട്. പക്ഷേ തല ഉയർത്തി സ്തോത്രം പറഞ്ഞ് കാത്തിരിക്ക്. അധികം ടെസ്റ്റ് ഉണ്ടെങ്കിൽ വലിയ പ്രമോഷൻ ഉണ്ട്. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറ, തോക്കാൻ അനുവാദമില്ല. പറഞ്ഞാട്ടെ, തോക്കാൻ അനുവാദമില്ല. ജയിക്കാനേ അനുവാദമുള്ളൂ. താഴ്ച പ്രാപിപ്പാൻ അനുവാദമില്ല. ഉയർച്ച പ്രാപിക്കാനാണ് വാഗ്ദത്തം. ലൈഫ് എങ്ങനെയുണ്ട്? ആരെങ്കിലും നന്നാകുന്നെങ്കിൽ ഞാൻ നന്നാകും. മറ്റുള്ളവരെ തോറ്റെടുത്ത ഞാൻ ജയിക്കും. ഇൻ ജീസസ് നെയിം. സ്തോത്രം. അതേ, അവകാശവാദമല്ല പറയുന്നത്, പകരം എൻ്റെ വാഗ്ദത്തമാണ് പറയുന്നത്. സോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തലയിൽ മുണ്ടോട്ട് ജീവിക്കുന്നതല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കുന്ന ഫുട്ബോളല്ല. മെസ്സി തട്ടി, റൊണാൾഡോ തട്ടി, നാട്ടുകാർ തട്ടി, അപവാദം പറയുന്ന ചേച്ചിമാർ തട്ടി. നോ വേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിലാണ് ഇന്നും ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്നത്. സ്തോത്രം. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേര്, അവൻ പ്രാർത്ഥനയുടെ ആത്മാവ് മാത്രമല്ല, അവൻ യാചനയുടെ ആത്മാവ് മാത്രമല്ല, അവൻ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. യേശു കർത്താവിനെ പുനരുത്ഥാനം ഉയർപ്പിച്ചവൻ അവനാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത്. തകർന്ന തരിപ്പണമായ, കണ്ടാൽ മനുഷ്യനെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, അപ്പുറത്തെ ബീഫ് വിൽക്കുന്ന ആ ഇറച്ചി സ്റ്റാളിൽ ഒരു ഇറച്ചി കഷണം കിടക്കുന്നത് പോലെ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ തകർന്ന് കിടന്ന ക്രിസ്തു യേശുവിനെ ഉയർപ്പിച്ചവനാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത്. വിശ്വാസി തുള്ളിച്ചാട് ദൈവത്തെ സ്തുതിക്ക്. സ്വിസ് ബാങ്കിന് തരാൻ പറ്റാത്തത്, യുണൈറ്റഡ് നേഷന് തരാൻ പറ്റാത്തത്, രാജാക്കന്മാരും നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് തരാൻ പറ്റാത്തത്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്ന ഒരൊറ്റ കണ്ടീഷനുകൾ. യേശു കർത്താവ് ദൈവഹിതത്തിൽ ജീവിച്ചു. യേശു കർത്താവ് സ്വന്തം ഹിതത്തിൽ ജീവിച്ചില്ല. യേശു കർത്താവ് 100% ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ഈ വചനപ്രകാരം ജീവിച്ചു. ഓരോ സ്റ്റെപ്പ് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ, ഓരോ കാര്യത്തിലേക്ക് കൈ നീട്ടുമ്പോൾ യേശുവിൻ്റെ അന്തരാത്മാവിൽ അറിയാം, ഇത് പിതാവ് പറഞ്ഞതാണ്, പ്രവാചകരുടെ പിതാവ് പറഞ്ഞതാണ്, പിതാവ് പ്രവാചകന്മാരുടെ അരുളി ചെയ്തതാണ്. ഇത് ഞാൻ ചെയ്യണം, ചെയ്യേണ്ട നേരത്ത് ചെയ്യണം, ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യണം, ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യണം, ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഓ കം ഓൺ, ഐ സെൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആരെയോ ഇന്ന് പകൽക്കാലം കർത്താവ് റിലീസ് ചെയ്യാണ്. യെസ്, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ. റിലീസ്, 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 റിലീസ്. ഈ ജനം സ്വതന്ത്രമാകട്ടെ, ഈ തലമുറ സ്വതന്ത്രമാകട്ടെ, മുഖങ്ങൾ തകരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ നിന്നെ ബലപ്പെടുത്തുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. നിനക്ക് ഉഴപ്പാൻ കഴിയത്തില്ല,
നിനക്ക് പരാജയപ്പെടാൻ കഴിയത്തില്ല. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിൽക്കുന്നവരെ നീ നോക്കിയല്ല ചെയ്യുന്നത്, അവർ നിന്നെ നോക്കി പറയുക, ഓ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് നിനക്ക് ചെയ്യാൻ കഴിയുന്ന. അപ്പൊ പറഞ്ഞ എൻ്റെ അകത്ത് ഒരുത്തൻ ഇരിപ്പുണ്ട്. എൻ്റെ പുറത്തുള്ള ട്യൂഷൻ സെൻ്റർ അല്ല, എൻ്റെ പുറത്തുള്ള ടീച്ചറല്ല, ഞാൻ പഠിച്ചു വന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, എൻ്റെ അകത്ത് ഒരുവൻ കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 ടണ്ണുള്ളതായ ആ കല്ലിനെ ഉരുട്ടി മാറ്റി അവനെ പുറത്തെടുത്ത, തകർന്ന് അവനെ പുറത്തെടുത്തെങ്കിൽ I am also coming out. ഞാനും പുറത്തു വരുന്ന അവസ്ഥ മാറി ദൈവകൃപയാൽ ഞാനും പുറത്തു വരുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി. സഹോദരങ്ങൾ, ഒരു ക്രൂസ് ഉള്ളത് കൊണ്ടാണ് അവന് ഒരു ഉയർപ്പുണ്ടായത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മറന്നുപോകല്ലേ. തുള്ളിച്ചാടാൻ എല്ലാവർക്കും പറ്റും, ബഹളം വയ്ക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ മനസ്സിലാക്കണം, ഞാൻ ബാലൻസ് ചെയ്ത് വളരെ കൃത്യമായി പറയട്ടെ. സ്തോത്രം. ഈ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ക്രൂശ് പറയുന്നവൻ അത് ഉയർപ്പ് പറയത്തില്ല, ഉയർപ്പ് പറയുന്നവൻ ക്രൂശിനെയും മറന്നുപോയി. എന്നാൽ ക്രൂശ് ഉണ്ടോ അവിടെ ഉയർപ്പുണ്ട്. യെസ്, ഈ ആഴ്ച നിങ്ങൾക്കുള്ള ദൂതാണ് ഞാൻ പറയുന്നത്. ക്രൂശ് ഉണ്ടെങ്കിൽ ആ ക്രൂശിന് അടിയിൽപ്പെട്ട് നീ പൊളിഞ്ഞു പോകത്തില്ല. ക്രൂശ് ഉണ്ടെങ്കിൽ ക്രൂശ് ഉണ്ടെങ്കിൽ നിനക്കൊരു ഉയർപ്പുണ്ടായിരിക്കുക. ഒരുപക്ഷെ രോഗിയായ ഒരു കുഞ്ഞായിരിക്കാം നിന്റെ ക്രൂശ്. ഒരുപക്ഷെ ഇതുവരെ രക്ഷിക്കപ്പെടാത്തതായ കുടുംബാംഗങ്ങളായിരിക്കാം നിന്റെ ക്രൂശ്. കുത്തുവിട്ട് കിടക്കുന്നത് പോലെ പൊളിഞ്ഞു കിടക്കുന്ന സാമ്പത്തിക അവസ്ഥയായിരിക്കാം നിന്റെ ക്രൂശ്. ഔദ്യോഗിക രംഗത്തിലുള്ള വെല്ലുവിളിയായിരിക്കാം നിന്റെ ക്രൂശ്. ടെൽ മീ വാട്ട്സ് യുവർ ക്രോസ്. ആരെങ്കിലും എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ഇപ്രകാരം പറയുകയാണ്, ഐ എം എ ക്രിസ്ത്യൻ. റിയലി? നീ ക്രിസ്ത്യാനിയാണോ? അവിടെ തൊട്ടടുത്ത ചോദ്യം നോക്കി, എൻ്റെ കണ്ണി നോക്ക്. സ്തോത്രം. നീ ക്രിസ്ത്യാനിയാണോ? ഞാൻ ചോദിക്കും, നിന്റെ ക്രൂശ് എന്താണ്? പറഞ്ഞോട്ടെ, നിന്റെ ക്രൂശ് എന്താണ്? പറ. ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ സ്തോത്രം. ക്രിസ്ത്യാനിയാണോ? ഞായറാഴ്ച വന്നിരിക്കുകയാണോ ആരാധിക്കാൻ? നവംബർ 30 ആരാധിക്കാൻ വന്നിരിക്കുകയാണോ? നോക്ക് നോക്ക് നോക്ക്, എൻ്റെ മുഖത്ത് നോക്ക്. വാട്ട് ഈസ് യുവർ ക്രോസ്? ക്രൂശ് എന്താ? നിന്റെ ക്രൂശ് എന്താ? നിന്റെ ക്രൂശ് എന്താ? ഓരോ ക്രിസ്ത്യാനിക്ക് അവൻ്റെ ക്രൂശുണ്ട്. ഓരോ ക്രിസ്ത്യാനിക്ക് അവരുടെ ക്രൂശുണ്ട്. പുറമേ ചിരിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിലൊരു ക്രൂശുണ്ട്. പക്ഷെ അത് തുടരത്തില്ല കേട്ടോ. ആ ക്രൂശ് തുടരത്തില്ല. റിയലി നോട്ട്. റിയലി നോട്ട്. നോ 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 നോ. അതല്ല നിന്റെ പെർമനന്റ് പ്ലേസ്. ഒരു ക്രൂശ് ഉണ്ടെങ്കിൽ അവിടെ ഉയർപ്പുണ്ട്. സോ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എൻജോയ് ചെയ്യുവാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ ആദ്യം ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിക്കപ്പെടണം. ഒരിക്കൽ കൂടെ, ആദ്യം ക്രൂശിക്കപ്പെടാൻ വിശ്വാസി ഏൽപ്പിക്കപ്പെടണം. സ്തോത്രം. അതെ, നീ ഞാൻ സമർപ്പണത്തിൻ്റെ ജീവിതമുള്ളവരാണ്. ഓ കമാൺ, എവിടെ പോയി ഈ സ്തോത്രം? നീ ഞാൻ ടോട്ടൽ സറണ്ടർ, ടോട്ടൽ സറണ്ടർ, സമർപ്പണത്തിൽ ജീവിക്കുന്നവരാണ്. നീ ഞാൻ ജീവിക്കുന്ന നമ്മുടെ വികാരത്തിലല്ല, നമ്മുടെ വിചാരത്തിലല്ല, നമ്മുടെ ഇംഗിതത്തിലല്ല, നമ്മുടെ ആഗ്രഹത്തിലല്ല, നമ്മുടെ അജണ്ടയിലല്ല. തോന്നിയതുപോലെ ജീവിച്ചിട്ട് ചർച്ചയിൽ വരുമ്പോൾ കർത്താവ് അങ്ങ് കണ്ണടച്ചോളം. നോ വേ. യോബ് പണ്ട് പറഞ്ഞതുപോലെ സ്തോത്രം. അതെ, മക്കൾ എന്തെങ്കിലും പാപം ചെയ്യുകയാണെങ്കിൽ, മക്കൾ വല്ല പാപം ചെയ്യുകയാണെങ്കിൽ 2 യാഗം കഴിച്ചോളാം. കർത്താവെ കണ്ണടച്ചോളണേ. എൻ്റെ പിള്ളേർ വല്ലതും ചെയ്യുകയാണെങ്കിൽ നീ കാണല്ലേ അപ്പച്ച. എൻ്റെ പിള്ളേർ വല്ലതും ചെയ്യുകയാണെങ്കിൽ നീ കാണല്ലേ, നീ കണ്ണടച്ചോളണേ. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവം കക്കൂലി വാങ്ങത്തില്ല. പെട്ടെന്ന് പറഞ്ഞേ. പറമക്കളെ, ദൈവം കൈക്കൂലി വാങ്ങത്തില്ല കുട്ടി. ദൈവം കൈക്കൂലി വാങ്ങത്തില്ല. ജീവിക്കേണ്ടത് പോലെ ടോട്ടൽ സറണ്ടർ ജീവിക്കുമ്പോഴാണ് here comes the Holy Spirit to raise you up. Hallelujah. സ്തോത്രം. സോ ടോട്ടൽ സറണ്ടർ. നീ ദൈവദാസനാണെങ്കിൽ, പറയുന്ന ദൈവദാസനാകുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരെ നോക്കി പറയട്ടെ, ടോട്ടൽ സറണ്ടർ. സ്തോത്രം. നിന്റെ അജണ്ടയല്ല, നിന്റെ ആഗ്രഹമല്ല, നിന്റെ വികാരമല്ല, നിന്റെ വിചാരമല്ല. ഈ ബുക്കാണ് എനിക്ക് ആധാരം. ഈ ബുക്കനുസരിച്ച് നീ ക്രൂശിക്കപ്പെടുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. അല്ലാതെ ആ ബോയ് ഫ്രണ്ടും ഈ ഗേൾ ഫ്രണ്ടും മറ്റേ സാറും ഈ ബോസും മറ്റവനും അല്ല നിന്റെ ലൈഫിനെ നിയന്ത്രിക്കേണ്ടത്. അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ഗോഡ്. എവിടെ വേടുണ്ടോ അവിടെ റിസറക്ഷൻ പവർ ഉണ്ട്. യേശു കർത്താവിൻ്റെ പേര് ദൈവവചനമാണ്. ദൈവവചനത്തിൽ അവൻ ഇറങ്ങിയത്. കമാൺ. നീ KPMS ആണോ, KNMS ആണോ, NSS ആണോ, SNDP ആണോ, ഇതല്ല ദൈവം നോക്കുന്നത്. നിന്നിൽ വേർഡ് ഉണ്ടോ അവിടെ പവർ ഓഫ് റിസറക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ക്രൂശിക്കാനുണ്ട് ഈ ജീവിതത്തിൽ.
ഒത്തിരി കാര്യങ്ങൾ സുഖിക്കാനുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒത്തിരി കാര്യങ്ങൾ ക്രൂശിക്കപ്പെടാനുണ്ട്. ഗലാത്യ ലേഖനം വായിച്ച് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്തോത്രം. കർത്തൃമേശയുണ്ടല്ലോ, ഒരു പ്രസംഗം 5 മിനിറ്റ് കൊണ്ട് പറയട്ടെ. ഗലാത്യ ലേഖനത്തിലെ 4 ക്രൂശുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബാക്കി വീട്ടിൽ പോയി വായിച്ചാട്ടെ. ഗലാത്യ ലേഖനത്തിൽ 4 ക്രൂശുണ്ട്. അയ്യോ ബ്രദറെ, 3 ക്രൂശല്ലേ ഗോൽഗോത്തയിൽ പൊങ്ങിയത്? 4ാമത്തെ ക്രൂശ് ഞാൻ പറയാം എവിടെ പൊങ്ങുന്നു. ഗലാത്യ ലേഖനത്തിൽ 4 ക്രൂശാണുള്ളത്. ഗോൽഗോത്തയിൽ 3 ക്രൂശുകളാണുള്ളത്. പറ, ആരുടെയൊക്കെയാ? സ്തോത്രം. അതെ, ആരുടെയൊക്കെയാ ക്രൂശ ഗലാത്യ ആരുടെയൊക്കെ ക്രൂശ ഗോൽഗോത്തയിൽ ഉയർന്നത്? ഒന്ന് യേശുവിൻ്റെ, മറ്റൊന്ന് തള്ളപ്പെട്ട കള്ളൻ്റെ, മറ്റൊന്ന് നല്ല കള്ളൻ്റെ. നമ്മളെങ്ങനെയാ പുള്ളിയെ പറയുന്നത്? പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല. സ്തോത്രം. 1 കർത്താവിൻ്റെ ക്രൂശ്, 2 തള്ളപ്പെട്ട സ്തോത്രം കള്ളൻ്റെ ക്രൂശ്, 3 നല്ല കള്ളൻ്റെ ക്രൂശ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നല്ല കള്ളൻ വലതുവശത്ത് കിടന്നു എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. നല്ല കള്ളൻ വലതുവശത്ത് കിടന്നു എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഓക്കെ. നല്ല കള്ളൻ ഇല്ല ഇടതുവശത്താണ് കിടന്നത് എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. നല്ല കള്ളൻ, രക്ഷപ്പെട്ട കള്ളൻ ഇടതുവശത്ത് കിടന്നു എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കരങ്ങളെ ഉയർത്താതിരിക്കുന്നവരാണ് പെരുങ്കള്ളന്മാരും പെരുങ്കള്ളികളും. ഇതുപോലൊരു ജാതിയുണ്ടോ? സ്തോത്രം. വേദപുസ്തകം പറയുന്നില്ല ലെഫ്റ്റ് ആണോ റൈറ്റ് ആണ്. 2 കള്ളന്മാരും 1 കർത്താവ്, 3 ക്രൂശ്. സ്തോത്രം. അതെ, ഗോൽഗോത്തയിൽ ഉയർത്തപ്പെട്ടു. പക്ഷേ ഗലാത്യ ലേഖനം പൗലോസ് അപ്പോസ്തലൻ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്ന റെവലേഷൻ സ്പിരിറ്റിൽ, ആത്മാവിൽ താൻ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പോരാ 3 ക്രൂശ് ഉയർന്നാൽ പോരാ, 4 ക്രൂശ് ഉയരണം. 3 ക്രൂശ് ഉയർന്നാൽ പോരാ, 4 ക്രൂശ് ഉയരണം. സക്സസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സക്സസ്, ശുശ്രൂഷയുടെ സക്സസ്, കുടുംബത്തിൻ്റെ സക്സസ്, ഭാവിയുടെ സക്സസ് എത്രത്തോളം നീ ക്രൂശിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. എത്രത്തോളം നീ ക്രൂശിക്കപ്പെടുമോ അത്രത്തോളമാണ് ദ റിസറക്ഷൻ പവർ നിനക്ക് അവൈലബിൾ ആക്കുന്നത്. ഹല്ലേലൂയ. എല്ലാം അങ്ങ് ക്രൂശിച്ചു ബ്രദർ. യേശു കർത്താവ് ക്രൂശിച്ചു. ഇനി തോന്നിയതുപോലെ ജീവിച്ചോ എന്ന് പറയുന്ന കൃപാകുമാരൻ്റെ അതേ ചങ്ങനാശ്ശേരി ഡോക്ടറിനല്ല ഞാൻ പറയുന്നത് കൃപാ ഡോക്ടറിനല്ല, തേജസ്സിൻ്റെ സുവിശേഷം. സ്തോത്രം. അതേ തേജസ്സിൻ്റെ സുവിശേഷം പറയുന്നു, ഡെയിലി ക്രൂശിക്കപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ദിവസേന മരിക്കുന്ന. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദിവസേന മരിക്കുന്നെങ്കിൽ ദിവസേന ഉയർക്കുന്നു. പറ, ദിവസേന ഉയർക്കുന്നു. ഒരിക്കൽ കൂടെ, ദിവസേന ഉയർക്കുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞേ. 4 ക്രൂശുകൾ. നമ്പർ 1 ഗലാത്യ ലേഖനം 2-ാം അധ്യായം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോൾ, ദ ലോ ക്രൂസിഫൈഡ്. സ്തോത്രം. ന്യായപ്രമാണം ക്രൂശിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സമ്മതമായി മരിച്ചു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഫോർ ഐ ദോ ദ ലോ ഡെഡ് ടു ദ ലോ ദാറ്റ് ഐ മൈ ലീവ് അൺടു ഗോഡ്. ഒന്നാമത് ക്രൂശിക്കപ്പെട്ടത് ന്യായപ്രമാണം ക്രൂശിക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, ന്യായപ്രമാണം. സ്തോത്രം. ദൈവം നൽകിയ ന്യായപ്രമാണമാണ്. സ്തോത്രം. ദൈവം നൽകിയ ന്യായപ്രമാണത്തിന്റെ പേരാണ് ദൈവവചനം. ഓ കമാൻ. അവന്റെ പേര് ദൈവവചനം. വെളിപ്പാട് 19:13 അവൻ്റെ പേര് ദൈവവചനം. അവനാണ് ന്യായപ്രമാണം. പരീശൻ ന്യായപ്രമാണം പറഞ്ഞു. സ്തോത്രം. അതേ, നിക്കോദീമസ് ന്യായപ്രമാണം പറഞ്ഞു. അരിമത്തയിലെ യോസഫ് പ്രസിദ്ധനായിരുന്നു. അതേ, പരീശനാണ്. അവന് ന്യായപ്രമാണം പറഞ്ഞു. ഓ ഗമാലിയൽ ന്യായപ്രമാണം പറഞ്ഞു. എന്നാൽ യേശു കർത്താവ് ന്യായപ്രമാണം പറഞ്ഞില്ല. യേശുവാണ് ന്യായപ്രമാണം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കുക. നമുക്ക് പല പ്രമാണങ്ങളുണ്ട്. ഇത് ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. നമുക്ക് കുറേ പ്രമാണമുണ്ട്. സ്തോത്രം. പ്രമാണം നല്ലതാണ്. പക്ഷേ പ്രമാണത്തിൽ നിന്നാൽ കുറച്ച് പ്രോഗ്രാം ആയിരിക്കും നടക്കുന്നത്. പ്രമാണത്തിൽ നിന്നാൽ കുറച്ച് റിച്വൽ ആയിരിക്കും നടക്കുന്നത്. കർമ്മമാണ് നടക്കുന്നത്. എന്നാൽ എൻ്റെ മുമ്പിലായിരിക്കുന്നവർ കർമ്മം ആചരിക്കുന്നവരല്ല, കൃപ അനുഭവിക്കുന്നവരാണ്. ഹല്ലേലൂയ. കർമ്മത്തിലല്ല സഭ നിൽക്കേണ്ടതോ. നാളെ മുതൽ 21 ദിവസം ഉപവാസം നമുക്കങ്ങ് തള്ളാം. കർമ്മമല്ല ഉപവാസം, കർമ്മമല്ല ആരാധന, കർമ്മമല്ല അന്യഭാഷ, കർമ്മമല്ല ശുശ്രൂഷ. റിലേഷൻ. നോ മോർ റിച്വൽ ബട്ട് ദ റിലേഷൻ.
ഹല്ലേലൂയ. കർമ്മമല്ല. ഓ കത്തോലിക്കന് കർമ്മമുണ്ടായിരിക്കാം, CSIക്ക് കർമ്മമുണ്ടായിരിക്കാം, പെന്തിക്കോസിന് കർമ്മമുണ്ടായിരിക്കാം. എന്നാൽ സ്തോത്രം ഓരോ സഭകളുടെ കർമ്മത്തിലാണ് നിൽക്കേണ്ടത്. ആത്മാവ് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചലിക്കുന്നു. എവിടെ ന്യായപ്രമാണം ക്രൂശിക്കപ്പെടുന്നു അവിടെ കൃപ ഉയർക്കുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നിടത്തോട്ട് പറ, കൃപ ഉയർക്കണം, കൃപ ഉയർക്കണം. കൃപ ഉയർക്കണമെങ്കിൽ ന്യായപ്രമാണം ക്രൂശിക്കപ്പെടണം. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിലുള്ള ന്യായപ്രമാണം ക്രൂശിക്കപ്പെടട്ടെ. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ കൃപ ഉയർക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ ഉയർക്കുവാൻ. ഓ എൻ്റെ ബലം, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്തു, എനിക്ക് ഇത്രയും ആരോഗ്യം ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ശബ്ദം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അങ്ങനെയല്ല. പുതിയ നിയമ ശുശ്രൂഷ അങ്ങനെയല്ല. റോഡ് പാസ്ലി എന്ന പേരുള്ള ഒരു ദൈവത്തിൻ്റെ ദാസൻ ക്യാമ്പ് മീറ്റിംഗ്, ഡൊമിനിയൻ ക്യാമ്പ് മീറ്റിംഗ് അമേരിക്കയിൽ ചെയ്യുകയാണ്. ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിലുള്ളപ്പോൾ ക്യാമ്പ് മീറ്റിംഗ്, ഡൊമിനിയൻ ക്യാമ്പ് മീറ്റിംഗ്, സ്തോത്രം, കൊളംബസ് ഒഹായോ, കൊളംബസ് എന്ന പട്ടണത്തിൽ ഒഹായോ സ്റ്റേറ്റിൽ ഡൊമിനിയൻ ക്യാമ്പ് മീറ്റിംഗ് നടക്കുക. അമേരിക്കയിലെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ദൈവദാസന്മാർ ആ മീറ്റിങ്ങിന് വന്ന് പ്രസംഗിക്കുന്നുണ്ട്. ബിഷപ്പ് TD ജെയ്സ്, പാസ്റ്റർ ബെന്നിഹിൻ, ജോൺ ഹേഗി, എല്ലാവരും ആ മീറ്റിങ്ങിന് വന്ന് പ്രസംഗിക്കുന്നു. പക്ഷേ എന്തോ അത്യാവശ്യം കൊണ്ട് ദീർഘദൂരം റോഡ് പാസ്ലി ആ മീറ്റിംഗ് ഹോൾഡ് ചെയ്യുന്ന ആളിനെ ട്രാവൽ ചെയ്യേണ്ടി വന്നു. തലേ ദിവസം രാത്രി ഉറങ്ങിയില്ല, വിശ്രമിച്ചില്ല, വളരെ വീക്കായി. ആ ദേവദാസൻ ആ പ്ലാറ്റ്ഫോമിൽ വന്ന് കയറി. ആയിരക്കണക്കിന് ആൾക്കാർ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞിരിക്കുക. അമേരിക്കയിലെ ഏറ്റവും വലിയ സഭകളിലൊന്നാണ് ആ ഓഡിറ്റോറിയം. നിറഞ്ഞ് കവിഞ്ഞ് അമേരിക്കയുടെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാർ ഇതാ വന്നിരിക്കുകയാണ്. നല്ല വീക്കായി ആ ദേവദാസൻ്റെ നല്ല ക്ഷീണത്തിൽ വന്ന് കയറിയിട്ട് രണ്ട് കരങ്ങളെ ഇങ്ങനെ നിവർത്തി പറഞ്ഞു, ഹോളി സ്പിരിറ്റ്, വുഡ് യു പ്ലീസ് കം ആൻഡ് ടേക്ക് ഓവർ. ഹോളി സ്പിരിറ്റ്, വുഡ് യു പ്ലീസ് കം ടേക്ക് ഓവർ. ഹോളി സ്പിരിറ്റ്, വുഡ് യു പ്ലീസ് കം and take over. Yes, അവൻ ടേക്ക് ഓവർ ചെയ്തു. ഒരു കാറ്റടിക്കുന്നത് പോലെ ഭയങ്കര ദൈവ സാന്നിധ്യം, ഭയങ്കര പ്രസൻസ്. ഓ ആ പ്രദേശം മുഴുവൻ നിറഞ്ഞ മറ്റേതോ സെഷനേക്കാൾ സ്ഥലം മറന്ന് ദൈവം ആരാധിച്ചെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ആൻറ്റിബയോട്ടിക് കഴിച്ച് പനിച്ച് വന്ന ജിസൺ ഉൾപ്പെടെയുള്ളവരെ നോക്കി ഞാൻ ദൈവകൃപയിൽ പറയട്ടെ, ഓരോ സെഷന് തോംസനെ ജിസനെ ഓർത്തോളണം, നമ്മളല്ല പെർഫോം ചെയ്യുന്നത്, അവൻ്റെ കൃപ. നിന്റെ ബിസിനസ്സിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപ, നിന്റെ ഓഫീസിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപ, നിന്റെ കുഞ്ഞിൻ്റെ ഓരോ എക്സാമിനേഷനിൽ ഓരോ സബ്ജക്റ്റിൽ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപ. യേസ്, ഇന്ന് പകൽക്കാലം ന്യായപ്രമാണം ക്രൂശിക്കപ്പെടട്ടെ, പകരം ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. നമ്പർ 2, രണ്ടാമത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ഗലാത്യർ 5:24 വായിക്കുമ്പോൾ ജഡം ക്രൂശിക്കപ്പെടുന്നു. രണ്ടാമത് സ്തോത്രം ക്രൂശിക്കപ്പെടുന്നത് ജഡം ക്രൂശിക്കപ്പെടുന്നു. ഗലാത്യലേഖനം 5:24 ക്രിസ്തു യേശുവിനുള്ളവർ, ശബ്ദമുയർത്തി വാച്ച്, റെഡി 1 2 3. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡം ക്രൂശിക്കപ്പെടുന്നു. ഒന്ന് സ്തോത്രം ന്യായപ്രമാണം ക്രൂശിക്കപ്പെടുന്നെങ്കിൽ രണ്ടാമത് ക്രൂശിക്കപ്പെടുന്നത് ജഡം ക്രൂശിക്കപ്പെടുന്ന സ്തോത്രം. അതെ, ജഡം പറയും നല്ല ചുവന്ന പായസം, തട്ടിക്കോ, നല്ല ചുവന്ന പായസം തട്ടിക്കോ. പക്ഷെ ആത്മാവ് പറയും വേണ്ട, അപ്പുറത്ത് വലിയൊരു ഗോവേണി ഇറങ്ങുന്നുണ്ട്. ആരോട് പറയാൻ? ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇത് മനസ്സിലാക്കത്തുള്ളൂ. ജഡം പറയും ചുവന്ന പായസം എന്ന് പറഞ്ഞ സ്തോത്രം. അതെ, ചുവന്ന പായസത്തിന് വേണ്ടി ജഡം പറയുമ്പോൾ ആത്മാവ് പറയും നോ, അപ്പുറത്ത് നല്ലൊരു ഭാവിയുണ്ട്, ആ ഗോവേണിയുണ്ട്, അതിലേക്ക് കയറുവാൻ, അതിലേക്ക് ഉയരുവാൻ അത്യപൂർവമായിട്ടുള്ള ഉയർച്ചയുണ്ട്. അതിനുവേണ്ടി ജഡം ക്രൂശിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന സകലതും ഇന്ന് പകൽക്കാലം ക്രൂശിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതത്തെ തടയുന്ന, വിശുദ്ധ ജീവിതത്തെ തടയുന്ന, ദൈവവേലയെ തടയുന്ന, നിന്റെ എഫക്റ്റീവ്നെസ്സിനെ കുറയ്ക്കുന്ന, നിന്റെ മൂർച്ചയെ കുറയ്ക്കുന്ന, നിന്റെ വേഗതയെ കുറയ്ക്കുന്ന സകല ശക്തിത്വങ്ങളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ക്രൂശിക്കപ്പെടട്ടെ.
പകരം 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 പവർ ഓഫ് റിസറക്ഷൻ. അതേ ഉയർപ്പിൻ ശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. സ്തോത്രം. അതേ സ്തോത്രം. അതേ ജഡം ക്രൂശിക്കപ്പെട്ടാൽ എന്താണ് ഉയർക്കുന്നത്? കാരണം ലാ ക്രൂശിക്കപ്പെടുമ്പോൾ, ന്യായപ്രമാണം ക്രൂശിക്കപ്പെടുമ്പോൾ അതേ കൃപയാണ് ഉയർക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടു എങ്കിൽ ഒരിക്കൽ കൂടെ, ലാ ക്രൂശിക്കപ്പെടുമ്പോൾ, ന്യായപ്രമാണം ക്രൂശിക്കപ്പെടുമ്പോൾ കൃപ ഉയർക്കുന്നു എങ്കിൽ ജഡം ക്രൂശിക്കപ്പെടുമ്പോൾ ആത്മാവ് ഉയർക്കുകയാണ്. ജഡം ക്രൂശിക്കപ്പെടുന്ന ഇടത്ത് ആത്മാവ് ഉയർക്കുകയാണ്. നിന്റെ ബോഡിയിൽ, നിന്റെ ശരീരത്തിൽ, ഓരോ അവയവങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉയർക്കണമെങ്കിൽ, നിന്റെ വിചാര മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കണമെങ്കിൽ നിനക്കിഷ്ടമുള്ളതല്ല നിന്റെ ബോഡിയിൽ ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടെ, നിനക്ക് ഇഷ്ടമുള്ളതല്ല നിന്റെ ബോഡിയിൽ ചെയ്യേണ്ടത്. നിന്റെ ബോഡി നിന്റേതല്ല, നിന്റെ ശരീരം നിന്റേതല്ല. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പോൾ എന്തിനാ എനിക്ക് ദൈവം ശരീരം തന്നെ? ടു ട്രാൻസ്പോർട്ട് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ചുമക്കാൻ വേണ്ടി ദൈവം നിനക്ക് ശരീരം തന്നിരിക്കുന്നു. അല്ലാതെ നിൻ്റെ ബോയ് ഫ്രണ്ടിന് നിന്നെ കണ്ട് വായിൽ വെള്ളം ഊറാനല്ല ദൈവം നിനക്ക് ശരീരം തന്നിരിക്കുന്നത്. നിൻ്റെ ഗേൾ ഫ്രണ്ട് കണ്ട് എൻജോയ് ചെയ്യാനല്ല നിൻ്റെ ശരീരം. ഈ തലമുറയുടെ ഏറ്റവും വലിയ കാര്യമാണ് എല്ലാവൻ്റെ കയ്യിലും, എല്ലാ അവളുമാരുടെ കയ്യിലും സ്തോത്രം അതേ ക്യാമറയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിർത്തിക്കോ. ബാക്കി ഞാൻ പറഞ്ഞു വിടട്ടെ. ഇൻ ജീസസ് നെയിം. എവിടെ ജഡം ക്രൂശിക്കപ്പെടുന്നു അവിടെ ആത്മാവ് ഉയർക്കുന്നു. ദ പവർ ഓഫ് റിസറക്ഷൻ. ഇന്ന് പകൽക്കാലം ഒരു ഉയർപ്പിൻ്റെ ആരവാരം ഞാൻ കേൾക്കുന്നു. യെസ്, പവർ ഓഫ് റിസറക്ഷൻ. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. നമ്പർ 3, മൂന്നാമത്തെ ക്രൂശ് ഉയരുന്നു. മൂന്നാമത്തെ ക്രൂശ് ഉയരുന്നു. 2 ക്രൂശ് ഉയർന്നു കഴിഞ്ഞു. മൂന്നാമത്തെ ക്രൂശ് ഗലാത്യലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. ഗലാത്യലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ മൂന്നാമത്തെ ക്രൂശ് ലോകം ക്രൂശിക്കപ്പെടുന്നു. വായിച്ചാട്ടെ, ഗലാത്യർ 6:4. റെഡി, 1, 2, 3. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരല്. അവനായി ലോകം എനിക്കും, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്പർ 3, ലോകം ക്രൂശിക്കപ്പെടുന്നു. ലോകം ക്രൂശിക്കപ്പെടുന്നു. ലോകക്കാരെ പോലെ ജീവിക്കല് കേട്ടോ. അവന് ബൈക്കുണ്ട്, എനിക്കും ബൈക്ക് വേണം. അവന് സ്മാർട്ട് ഫോണുണ്ട്, എനിക്കും സ്മാർട്ട് ഫോൺ വേണം. സ്തോത്രം. എൻ്റെ ക്ലാസ്സിലുള്ള മറ്റവൻ എന്താണോ ഉള്ളത് അത് തന്നെ എനിക്ക് വേണം. നോവേ, നീ ജഡീകനാ, നീ ലോകക്കാരെ പോലെയാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവമുള്ളവനെ പോലെ ജീവിക്കുക. അവനില്ലാത്ത പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്. അവനില്ലാത്ത ആരാധന എനിക്കുണ്ട്. കമൺ, എന്താ മിണ്ടാത്തെ? അവനില്ലാത്ത അന്യഭാഷ എനിക്കുണ്ട്. അവനില്ലാത്ത സൺഡേ സ്കൂൾ എനിക്കുണ്ട്. അവനില്ലാത്ത യൂത്ത് മീറ്റിംഗ് എനിക്കുണ്ട്. അവനില്ലാത്ത മിണ്ടുന്നില്ല ചെറുക്കന്മാർ. കമൺ. അവൻ്റെ ബൈക്കും അവൻ്റെ ഹെയർ സ്റ്റൈലും അതേ അവളെ ചുറ്റിക്കളിയും അല്ല നിനക്ക് വേണ്ടിയത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം നിന്റെ ജീവിതത്തിലൂടെ പുറത്തു വരട്ടെ. അവർക്കില്ലാത്തത് നിനക്കുണ്ട്. നെബൂഖദ്നേസറിന്റെ രാജധാനിയിൽ ഇറങ്ങി നിന്ന ദാനിയേൽ പറവാൻ കൊണ്ട് കഴിയും. അവർക്കില്ലാത്ത ജ്ഞാനം എനിക്കുണ്ട്. ഫറവോന്റെ രാജധാനിയിൽ നിന്ന് യോസേഫിന് പറവാൻ കഴിയും. അവനില്ലാത്ത വ്യാഖ്യാനം എനിക്കുണ്ട്. നിന്റെ ഒരു ക്ലാസ്സിൽ, നിന്റെ കോളേജിൽ ഒരു ശ്രുതി വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. നീ അവരെ പോലെയല്ല. നിന്റെ സ്വഭാവം അവരെ പോലെയല്ല. അവർക്കില്ലാത്ത ഒരു ദൈവകൃപ നിനക്കുണ്ട്. ഓ കമോൺ, ഹല്ലേലൂയ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. അവർക്കില്ലാത്ത എക്സലൻസ് നിനക്കുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നിന്നോട് കൂടെ ഇമ്മാനുവേൽ കൂടെയുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിക്ക്. നീ കോബോദിലല്ല ചലിക്കുന്നത്, നീ ഇമ്മാനുവേലിലാണ് ചലിക്കുന്നത്. നീ മഹത്വം കളഞ്ഞവരുടെ കൂട്ടത്തിലല്ല, നീ മഹത്വം ചുമക്കുന്നവരുടെ കൂട്ടത്തിലാണ്. 2 കരങ്ങളെ ഉയർത്തി ക്രൈസ്റ്റിന്റെ സെക്കൻഡ് സെഷൻ ദൈവത്തെ സ്തുതിച്ചേ. നമ്പർ 3, സ്തോത്രം. ലോകം ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥയിൽ 3 ക്രൂശ് ഉയർത്തപ്പെട്ടു. അതേ സ്തോത്രം. ലാ ക്രൂശിക്കപ്പെട്ടു, അത് അർത്ഥം ന്യായപ്രമാണം ക്രൂശിക്കപ്പെട്ടു. അതേ ജഡം ക്രൂശിക്കപ്പെട്ടു, ലോകം ക്രൂശിക്കപ്പെട്ടു. ന്യായപ്രമാണം ക്രൂശിക്കപ്പെട്ടു, ജഡം ക്രൂശിക്കപ്പെട്ടു. അതേ സ്തോത്രം, ലോകം ക്രൂശിക്കപ്പെട്ടു. എന്നാൽ തീർന്നില്ല, 4ാമത് ഒരു കുരിശ് കൂടെയുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ ഗോൽഗോഥയിലായിരുന്നു ആ ക്രൂശെങ്കിൽ ഇന്ന് എനിക്ക് ുള്ള 4ാമത്തെ ക്രൂശ് അങ്ങ് ദൂരെ യെരുശലേമിലല്ല, തിരുവനന്തപുരത്ത് ഒരു ക്രൂശ് 4ാമതായി ഉയർത്തപ്പെടുന്ന.
ഓ കേക്ക്, തിരുവനന്തപുരത്ത് 4ാമത് ഒരു ക്രൂശ് ഉയർത്തപ്പെടുന്ന ഉയർപ്പിൻ ശക്തി നിന്നിൽ വെളിപ്പെടുവാൻ ക്രൂശിക്കപ്പെടേണ. വേറൊരു ഉപാധിയില്ല, വേറൊരു ചുറ്റിക്കളിയില്ല, വേറൊരു പരിപാടി നടക്കത്തില്ല. ആ ബ്രദറിനെ അറിയാം, ഈ ബ്രദറിനെ അറിയാം, മറ്റേ പാസ്റ്ററുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. ഇയാൾ എന്നെ വിളിച്ച് ഫോണിൽ എപ്പോഴും വേദമോദം പറഞ്ഞിട്ട് കാര്യമല്ല. ക്രൂശിക്കപ്പെടുമോ ഉയർപ്പിന് ശക്തി കിട്ടും. ആരോട് പറയാം? പൊട്ടണലികളെ പോലെ ഇരിക്കുന്ന ചേച്ചിമാർ ഇന്ന് പകൽ കേൾക്കട്ടെ, നീ മനുഷ്യനോടല്ല കണക്ട് ചെയ്യേണ്ടത്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന കർത്താവുമായിട്ടാണ് നീ കണക്ട് ചെയ്യേണ്ടത്. ഈ തലമുറയ്ക്ക് പാതിരിമാരെയും പാസ്റ്റർമാരെയും അറിയാം, യേശുവിനെ അറിയത്തില്ല. ഈ തലമുറയ്ക്ക് ദൈവദാസന്മാരുമായിട്ടാണ് കണക്ഷൻ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ദൈവത്തോടാണ് നീ കണക്ട് ചെയ്യേണ്ടത്. 4ാമതൊരു ക്രൂശ് ഇതാ ഉയർത്തപ്പെട്ടു. ഈ ദൂത് എവിടെ ഇരുന്നത് നിങ്ങൾ കേട്ടാലും, അത് സിംഗപ്പൂരാണോ കാലിഫോർണിയയിലാണോ, സ്തോത്രം, അത് മിഡിൽ ഈസ്റ്റിലാണോ, അവിടെ ഒരു കുരിശ് ഉയരുന്നു. 4ാമതൊരു കുരിശ് ഉയരുന്നു. ആ ക്രൂശിൽ ആരാ കിടക്കുന്നത്? കള്ളനാണോ? കർത്താവാണോ? കർത്താവാണോ? ആ കള്ളനാണോ? നോ. ആ ക്രൂശിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടു, അതിൽ ഞാനാ കിടക്കുന്നത്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Come on. തോംസൺ കം. അതിൽ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ തിരുവനന്തപുരക്കാരെ, ഞാൻ ആരെന്നറിയോ? മനോജ് സാർ ഈ ബട്ടൺ ഇട്ടെന്ന്, അല്ലെങ്കിൽ അഴിക്കായിരുന്നു. അത് DGP ഇട്ടാൽ പിന്നെ എങ്ങനെയാണ് അഴിക്കുന്നത്? ഇത് ഇടാതെ വന്നേ. സാർ പറഞ്ഞു ഇത് ഇട്ടാലേ കൊള്ളത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിരുന്നോട്ടെ. അതില്ലായിരുന്നെങ്കിൽ ഇത് പൊക്കി വെച്ച് ഞാൻ പറഞ്ഞേനെ. ഞാൻ ആരെന്നറിയോ? 30-35 വർഷമായിട്ട് ദൈവവചനം പറയുന്ന ഞാൻ. എനിക്ക് ഭയങ്കര അറിവാണ്, എനിക്ക് ഭയങ്കര അഭിഷേകമാണ്, എനിക്ക് ഭയങ്കര ഗ്ലോറിയ. എൻ്റെ ഈഗോ എന്നത് ക്രൂശിക്കപ്പെടുമോ അന്ന് ക്രിസ്തു നിന്റെ ഉയരും. എന്ന് നീ ഞാനെന്ന ഭാവം, ഞാനെന്ന തലക്കണം, ഞാനെന്ന ആളെന്ന വലിയ ഭാവം. നോക്ക് എൻ്റെ ഉണ്ടക്കണ്ണി നോക്ക് മക്കളെ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോയി. എല്ലാവരും ഉണ്ടക്കണ്ണി നോക്കുക. ഈ വർഷത്തെ ഏറ്റവും വലിയ ചോദ്യം ചോദിക്കാൻ പോയി. ഈ വർഷത്തെ ഏറ്റവും വലിയ ചോദ്യം, ഇതിൽ തോറ്റാൽ ഈ വർഷം മുഴുവൻ തോറ്റുപോയി. ഈ വർഷത്തെ ഏറ്റവും വലിയ ചോദ്യം ചോദിക്കാൻ പോ. വലതുവശത്തിൽ നിന്ന് ചോദിക്കാം. ചാകാൻ മനസ്സുണ്ടോ? ചാകാൻ മനസ്സുണ്ടോ? ചേച്ചിമാരെ നോക്ക്, ചാകാൻ മനസ്സുണ്ടോ? കുറച്ചുകൂടെ ലൈറ്റായി ചോദിക്കാം. ക്രൂശിക്കപ്പെടാൻ മനസ്സുണ്ടോ? പറ, ക്രൂശിക്കപ്പെടാൻ മനസ്സുണ്ടോ? സഹോദരന്മാരെ, ക്രൂശിക്കപ്പെടാൻ മനസ്സുണ്ടോ? ക്രൂശിക്കപ്പെടാൻ മനസ്സുണ്ടോ? എനിക്കെല്ലാം അറിയാം, എനിക്ക് കുറേ വചനം അറിയാം, കുറേ പ്രസംഗം അറിയാം, പുതിയ ഒന്ന് കിട്ടാനാ ഞാൻ വന്നേ. കേട്ടത് പാലിച്ചോ? ഇപ്പോൾ പുതിയത് പ്രാപിക്കാൻ വന്നിക്കുക, പുതിയ പ്രസംഗത്തിന് മാർഗിടാൻ വേണ്ടി വന്നിക്കുക. സ്തോത്രം. പുതിയ പാട്ടിന് മാർഗിടാൻ വേണ്ടി വന്നിക്കുക. ഞാൻ നമുക്കെല്ലാവർക്കും ഓരോ വലിയ യൂണിഫോം ഉണ്ട്. നമുക്കെല്ലാവർക്കും ഓരോ പടച്ചട്ടയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, വളരെ കൃത്യമായി, വളരെ താഴ്മയോടെ പറയട്ടെ. നിനക്കുള്ളത് ഊരി വീട്ടിൽ വെച്ചിട്ട് വേണം ചർച്ചിൽ വരാൻ. നീ എത്ര വമ്പനായാലും കൊമ്പനായാലും ദൈവത്തിന്റെ മുൻപിൽ നീ ആരുമേ അല്ല. പുറപ്പാട് 5:2 അന്നത്തെ ഏറ്റവും വലിയ രാജാവ് ചോദിച്ചു, യഹോവയാം ദൈവമാ? തിരുവനന്തപുരക്കാരനായിരുന്നു ഫറവോനെങ്കിൽ ചോദിച്ചേനെ, അവൻ ആര്? യഹോവയാം ദൈവമോ? അവൻ ആര്? തന്നെത്താൻ ഉയർത്തുന്നവൻ. കടലിന്റെ അടികൾ തകർന്നു പോയി. ചാകാൻ മനസ്സുണ്ടോ? ഈ തലമുറയിൽ ഈഗോ കളഞ്ഞ്, ഞാനെന്ന ഭാവം കളഞ്ഞ്, ഞാൻ വലിയ ഉന്നതനാണ്, എനിക്ക് വലിയ പണമുണ്ട്, എനിക്ക് വലിയ പദവിയുണ്ട്, എനിക്കേതോ സ്വാധീനമുണ്ട്, ഞാൻ വലിയ പ്രാർത്ഥനക്കാരി, എനിക്ക് കുറച്ച് വചനം അറിയാം, എനിക്ക് കുറച്ച് ബഹളമിടാൻ അറിയാം. നീ ഒന്നുമല്ല. ഒരു ദിവസം നെബൂഖദ്നേസർ ഉറക്കം എഴുന്നേറ്റത് ഞാൻ കണ്ടു. ഇടതുവശം തിരിഞ്ഞാണ് പുള്ളി അന്ന് ഉറക്കം എഴുന്നേറ്റ്. നെബൂഖദ്നേസറേ, ഇടതുവശം തിരിഞ്ഞ് ഉറക്കം എഴുന്നേറ്റ്
സ്തോത്രം. അതെ, ആ മട്ടുപ്പാവിലൂടെ നോക്കുമ്പോൾ ഹാങ്ങിങ് ഗാർഡൻ, തൂങ്ങുന്ന സ്തോത്രം ഉദ്യാനം കണ്ടു. ഓ, എൻ്റെ കരവിരുതല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ലയോ, ഇതെൻ്റെ സാമ്രാജ്യമല്ലയോ? എപ്പോഴാണോ നീ ഞാനും അത് ചിന്തിക്കുന്നത് മനസ്സിലാക്കണം. സ്തോത്രം, നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ശവപ്പെട്ടി പൊങ്ങുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇന്ത്യൻ സ്തോത്രം ടൈം 12:20 ദൈവത്തിൻ്റെ കൃപകൾ പറയും, നോ, ഞാനല്ല, കർത്താവ് എന്നിൽ ഉയർക്കട്ടെ. ഡേവിഡ് വിൽക്കിൻസൺ എന്ന പേരുള്ള ഒരു ദൈവത്തിൻ്റെ ദാസൻ കാതറിൻ കുൾമിനെ കാണാൻ വേണ്ടി പോയി. കാരണം കാതറിൻ കുൾമിൻ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര മേക്കപ്പോടെയാണ് വരുന്നത്. എന്നെ പോലെ എന്ന് കൂട്ടിക്കോ, ഭയങ്കര മേക്കപ്പോടെയാണ് കാതറിൻ കുൾമിൻ വരുന്നത്. കാതറിൻ കുൾമിൻ കടന്നു വന്നു. Then sings my soul, my Savior God, to thee. How great thou art. Sing. How great thou art. Then sings my soul, my Savior God, to thee. How great thou art. How great. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മുടന്തന്മാർ നടക്കും, കുടൻ്റെ കണ്ണ് തുറക്കും, ചെവികൾ തുറക്കും. ആരോടാ ഞാൻ പറയുന്നത്? നിന്റെ പാട്ട് വീഴുമ്പോൾ തന്നെ ബദ്ധന്മാർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കും. നിന്റെ ശബ്ദം പുറപ്പെടുമ്പോൾ തന്നെ വിടുതലുകൾ വെളിപ്പെടും. പക്ഷെ ഡേവിഡ് ലിവിൻസന്റെ കംപ്ലൈൻറ്റ് ഇതായിരുന്നു, ഇത്രയും മേക്കപ്പ് വേണ്ട. പറയാൻ വേണ്ടി പോയപ്പോൾ പേഴ്സണൽ സെക്രട്ടറി പറഞ്ഞു, പുള്ളിക്കാരി പ്രാർത്ഥിക്കുകയാണ്. ആ ചെയർ കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നാട്ടെ. ഡേവിഡ് വിൽക്കിൻസൺ കാത്തിരുന്നു 1 മണിക്കൂർ. പാസ്റ്റർ ഡേവിഡ് വിൽക്കിൻസൺ പ്രസിദ്ധനായ ന്യൂയോർക്ക് ഡൗൺ ടൗൺ 4 സ്ക്വയർ ചർച്ചിൻ്റെ പാസ്റ്റർ കാത്തിരുന്നു 1 മണിക്കൂർ. അകത്ത് പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കാം. കാതറിൻ കുൾമിൻ പ്രാർത്ഥിക്കുകയാണ്. 2 മണിക്കൂറായി, 3 മണിക്കൂറായി, അകത്ത് പ്രാർത്ഥനയാണ്. 6 മണിക്കൂറായി, അകത്ത് പ്രാർത്ഥനയാണ്. പക്ഷെ അത് പ്രാർത്ഥനയല്ല, അതൊരു നിലവിളിയാണ്. ഒരു ഡെഡ് ബോഡിയുടെ മുൻപിൽ നിലവിളിക്കുന്ന പോലെ. എന്തോ ഞാൻ പറഞ്ഞേ? ഒരു ഡെഡ് ബോഡിയുടെ മുൻപിൽ നിലവിളിക്കുന്ന പോലെ. കർത്താവേ, ഞാൻ മരിക്കട്ടെ, നീ ഉയർക്കണമേ. ഞാൻ മരിക്കട്ടെ, നീ ഉയർക്കട്ടെ. നീ ഉയർക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ഇന്ന് രാത്രി നീ ചലിച്ചേ പറ്റത്തുള്ളൂ. ഓഡിറ്റോറിയത്തിൽ ജനം വരുമ്പോൾ അങ്ങയെ തേടി സൗഖ്യത്തിന് ജനം വരികയാണ്. ഞാൻ മരിക്കണം, എന്നാലേ നീ ഉയർക്കത്തുള്ളൂ. എൻ്റെ സർവീസിൽ അങ്ങ് ഇറങ്ങി നിൽക്കണമെങ്കിൽ ഞാനല്ല, ഞാൻ മരിച്ചാലേ അങ്ങ് ഉയർക്കത്തുള്ളൂ. എൻ്റെ ഓരോ സർവീസിൽ ജനം സൗഖ്യമാകണമെങ്കിൽ ഞാൻ മരിക്കണം, എന്നാലേ നീ വെളിപ്പെടുത്തുള്ളൂ. കാതറിൻ കുൾമിൻ എന്ന ദൈവദാസി 9 മണിക്കൂർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഡേവിഡ് വിൽക്കിൻസൺ കേട്ടിട്ട് പറഞ്ഞു, 9 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് മേക്കപ്പ് കുറയ്ക്കണമെന്ന് കർത്താവ് അവളുടെ അടുത്ത് പറഞ്ഞില്ലേ, പിന്നെ ഞാനെന്തോന്ന് പറയുന്നു? 9 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് അവളുടെ അടുത്ത് മേക്കപ്പ് കുറയ്ക്കാം. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ 9 മണിക്കൂർ പ്രാർത്ഥിച്ച ഒരു ദിവസം പോലുമില്ല. ഈ പുള്ളിക്കാരൻ ഡെയിലി 9 മണിക്കൂർ പ്രാർത്ഥിക്കുകയാണ്. ഈ പുള്ളിക്കാരത്തെ ഡെയിലി 9 മണിക്കൂർ പ്രാർത്ഥിക്കുക. കർത്താവ് അവളുടെ അടുത്ത് പറഞ്ഞില്ല. ഡേവിഡ് വിൽക്കിൻസൺ പബ്ലിക്കലി പറഞ്ഞു, സ്തോത്രം, സോറി. ഈ പുള്ളിക്കാരുടെ മീറ്റിങ്ങിന് റോളർ ഉണ്ടല്ലോ, റോഡ് സ്തോത്രം ടാറിടുന്ന റോളർ ശരീരത്തിൻ്റെ പകുതി കയറി ഇറങ്ങി ചമ്മന്തി പോലെ ഒരാളിനെ ആ മീറ്റിങ്ങിന് എടുത്തു വന്നപ്പോൾ, സ്തോത്രം എടുത്തിട്ട് വന്നപ്പോൾ റോളർ കയറി ഇറങ്ങിയതാ. കാതറിൻ കുൾമിൻ പോയി 2 കൈയും വെച്ചിട്ട് സ്തോത്രം അതേ അവരെ ആ വ്യക്തിയുടെ മേൽ കൈ വെച്ചിട്ട് പറഞ്ഞു, സ്വീറ്റ് ജീസസ്.
പെട്ടെന്ന് ആ വ്യക്തി ചാടി എഴുന്നേറ്റ് നടന്നു പോയി. ചാകാൻ മനസ്സുണ്ടോ? ഞാനെന്ന ഭാവം, ആത്മീയ, ഈ ക്രൈസ്തൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് തലക്കനം, ആത്മീയ അഹങ്കാരം, ഫറവോന്റെ അഹങ്കാരം. സ്തോത്രം. ആര്? നെബൂഖദ്നേസറിന്റെ അഹങ്കാരം. എനിക്ക് ഏതാണ്ട് അറിയാം, ഞാൻ പ്രാർത്ഥനക്കാരനാണ്, സോ ഇന്ന് പകൽക്കാലം ഈ ഉപവാസത്തിന്റെ തൊട്ട് മുമ്പ് സ്തോത്രം, നീ ക്രൂശിക്കപ്പെടുമ്പോൾ ക്രൈസ്റ്റ് ഉയർക്കട്ടെ, ക്രിസ്തു ഉയർക്കട്ടെ. എൻ്റെ പാപം കഴുകാൻ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ രക്തം ഈ ദൂത് കേട്ട ദൈവദാസന്മാർ എന്ന് പറയുന്നവർ മനസ്സാന്തരപ്പെടട്ടെ. അത് നിന്റെ ശുശ്രൂഷയല്ല, നിന്റെ ചേർച്ചല്ല. മനെ ഓപ്പൺ അപ്പ്. സ്തോത്രം. നിന്റെ ശുശ്രൂഷയല്ല, നിന്റെ ചർച്ചല്ല, അത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ്, ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ ജനമാണ്.